എൻ്റെ ദൈവമേ, അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒരു പ്രാവശ്യം കൂടി നിൽക്കുവാനും അതിഭയങ്കരമായ നിൻ്റെ സന്നിധിയിൽ വിനയത്തോടെ നിൽക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരുന്ന ഈ അവസരത്തെ നന്ദിയോടെ ഓർക്കുന്നു. നീ അനുവദിക്കാതെ ഞങ്ങൾക്കാർക്കും എങ്ങും എത്തുവാൻ കഴിയില്ല എന്നുള്ളത് ഓർക്കുന്നു. നിന്റെ ആത്മാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും നിന്റെ അടുക്കലേക്ക് വരുവാൻ കഴിയില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നാഥ, അല്പസമയം നിന്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിന്റെ വചനത്തിലേക്ക് ഞങ്ങൾ ഈ 3 നോയമ്പിലെ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുന്നു. ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ ബലഹീനതകളും ഞങ്ങളുടെ പാപങ്ങളും ഓർക്കാതെ ഈ പ്രപഞ്ചത്തോട് അങ്ങ് കനിയണമേ. തിരുവചനത്തിൻ്റെ മർമ്മം അടിയന് അങ്ങ് നൽകുകയും ഈ മക്കൾക്ക് അവരുടെ ഹൃദയത്തിൽ അത് വെളിപ്പെടുവാൻ തക്കവണ്ണം അങ്ങ് ഇടപെടുകയും ചെയ്യണമേ. തൻ്റെ സ്വരൂപവും സാദൃശ്യവും തന്ന് ഞങ്ങളെ സൃഷ്ടിച്ച പിതാവാം ദൈവമേ, അങ്ങയുടെ സന്നിധിയിലും സ്വജീവൻ ബലിയായി വെച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടതയനുഭവിച്ച് പുനരുത്ഥാനത്തിന് ബലം നൽകുന്ന പുത്രൻ തമ്പുരാനെ, നിന്റെ സന്നിധിയിലും ഞങ്ങളുടെ എല്ലാ കൂടിവരവുകളും പൂർണ്ണമാക്കുന്ന പരിശുദ്ധാത്മാവേ, നിന്റെ സന്നിധിയിലും ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന്, നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തനങ്ങളാൽ, നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ മോദമോടിന്ന് ആരാധിക്കാം യേശു കർത്താവിനെ, ആരാധിക്കാം യേശു കർത്താവിനെ. ഇങ്ങനെയൊന്ന് കൂടി വരുവാൻ നമുക്ക് അവസരം തന്ന ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. വിശുദ്ധ മണ്ണിൽ തിരുവചനവുമായി നിൽക്കുവാൻ ബലഹീനായ അടിയന് ലഭിച്ച കൃപകളെ ഈ സമയത്ത് നന്ദിയോടെ ഓർത്ത് പരിശുദ്ധ പരിമളത്തിനുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധ സഭ നടുനോമ്പിൻ്റെ ദിവസങ്ങളിൽ പ്രത്യേകമായി പ്രാർത്ഥനയിലേക്കും ആരാധനയിലേക്കും തിരുവചന പഠനത്തിലേക്കും ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നും മാറി അല്പസമയം നമ്മുടെ ജീവിതത്തെ തന്നെയൊന്ന് റീഫ്രഷ് ചെയ്യുവാനും റീചാർജ് ചെയ്യുവാനും ശ്രമിക്കുന്ന ദിവസങ്ങളാണ്. പരിശുദ്ധ വലിയ നോമ്പിൻ്റെ ഒരു ഡോർ ഓപ്പണറായി പരിശുദ്ധ 3 നോമ്പിനെ പിതാക്കന്മാർ പ്രത്യേകമായി വേർതിരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ പീഡാനുഭവത്തിലേക്കും പുനരുത്ഥാനത്തിൻ്റെ വലിയ പ്രത്യാശയിലേക്കും നാം ഒരുങ്ങുന്നതിൻ്റെ മുന്നോടിയായി അനുതാപത്തോടും കീർത്തനങ്ങളോടും ദണ്ഡ നമസ്കാരങ്ങളോടും കൂടി ദൈവസന്നിധിയിൽ നാം കടന്നു വരുന്ന ഈ സമയങ്ങളിൽ ധ്യാനമെന്ന അനുഭവത്തിലേക്ക് നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നിന്റെ ഉപരിതലങ്ങളെ വിട്ട് കുറച്ചുകൂടി ആഴങ്ങളിലേക്ക് നീ ശ്രദ്ധിക്കുന്ന സമയമാണ് ധ്യാനം. ജീവിതത്തിൻ്റെ പുറമേയുള്ള തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് കുറച്ചുകൂടി ആഴങ്ങളിലേക്കിറങ്ങി ഞാനെന്താണ്, എൻ്റെ അവസ്ഥ എന്താണ് എന്ന് നാം മനസ്സിലാക്കുന്ന കുറച്ചുകൂടി ആഴങ്ങളിലേക്ക് വലയെറിയുന്ന അനുഭവമാണ് ധ്യാനം. നീ ഒരു ചുവട് പിന്നോട്ട് നിന്ന്
മുന്നോട്ട് പോകുവാനുള്ള 7 ചുവടുകൾക്ക് ഊർജം സമ്പാദിക്കുന്ന സമയമാണ് ധ്യാനം. ഓട്ടക്കാരൻ മുന്നോട്ട് ഓടുവാനായി നിൽക്കുമ്പോൾ അവൻ ഒരു ചുവട് പുറകോട്ട് നിന്ന് അവൻ്റെ അടുത്ത 7 ചുവടുകൾക്ക് ഊർജം സമ്പാദിക്കുന്നത് പോലെ ജീവിതത്തിൽ അല്പം പുറകോട്ട് നിന്ന് ജീവിതത്തിന് മുന്നോട്ട് പോകുവാനുള്ള ഊർജം സമ്പാദിക്കുന്ന അനുഭവമാണ് ഈ ധ്യാനം. എല്ലാ അവസ്ഥകളിലും മാറി സംതൃപ്തിയില്ലാതെ കഴിയുന്ന ഈ സമൂഹത്തിൽ സ്വയം സംതൃപ്തമായി അല്പസമയം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയമാണ് ധ്യാനം. അവരവരോട് തന്നെ സംതൃപ്തിയിൽ ഇരിക്കുന്ന ഒരല്പസമയമാണ് ധ്യാനം. ഒരു കല്ലേറ് ദൂരത്തോളം ക്രിസ്തുവിനോടൊപ്പം ഉണർന്നിരിക്കുവാനുള്ളൊരു ക്ഷണമാണ് ഈ ധ്യാനം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്തേ നിദ്രാഭാരത്താൽ ഉറങ്ങിപ്പോയി എന്ന് ശിഷ്യന്മാരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരു കല്ലേറു ദൂരത്തോളം ക്രിസ്തുവിനോടൊപ്പം ഉണർന്നിരിക്കുവാനുള്ളൊരു ക്ഷണമാണ് ഈ ധ്യാനം. കേവലം ചില കാര്യസാധ്യങ്ങൾക്കപ്പുറത്തേക്ക് ദൈവാനുഭവവും ദൈവരാജ്യത്തിലേക്കുമുള്ള ഒരു വലിയ കണ്ടെത്തലും ക്ഷണവുമാണ് ഈ തിരുവചന ധ്യാനം. വചനവും ധ്യാനവും നോമ്പും കേവലം കാര്യസാധ്യങ്ങൾക്കപ്പുറത്തേക്ക് ദൈവവും ദൈവാനുഭവവും ദൈവരാജ്യവും നമ്മിൽ സംജാതമാകുവാനുള്ള ഒരു വലിയ അനുഭവവും ഒരുക്കവുമാണ് ധ്യാനം. ദൈവാനുഭവങ്ങളെ സാലോക്യമെന്നും സാമീപ്യമെന്നും സാരൂപ്യമെന്നും സായൂജ്യമെന്നും പ്രത്യേകമായി ഓർക്കുന്നു. അവന്റെ ലോകത്തിലേക്ക് നാം കടന്നു വരുന്നൊരല്പസമയം ദൈവത്തിൻ്റെ സാമീപ്യം എൻ്റെ തൊട്ടടുത്ത് എൻ്റെ ദൈവം ഇരുന്ന് എന്നോട് സംസാരിക്കുന്ന അനുഭവം ഞാൻ തിരിച്ചറിയുമ്പോൾ അതിലുപരിയായി എനിക്ക് മറ്റൊന്നും വേണ്ട എന്നൊരു ആത്മനിർവൃതിയും അതിലൂടെ നാം പ്രാപിക്കുന്ന ഒരു വലിയ ആശ്വാസവുമാകുന്നു. ധ്യാനമെന്നത് ദൈവത്തോട് ചേർന്നായിരിക്കുന്ന ദൈവാനുഭൂക്യത്തിൻ്റെ ഒരു ക്ഷണം തന്നെയാകുന്നു. ഏറ്റവും അഗാധമായ സ്നേഹവും വിശ്വസ്തതയും പുലർത്തുന്ന ഒരാളോടൊപ്പം നാം ചെലവഴിക്കുന്ന അല്പസമയമാണ് ധ്യാനം. നിങ്ങളോടൊപ്പവും നമ്മോടൊപ്പമുള്ളവർ എന്നുവരെ എവിടം വരെ കാണുമെന്ന് നാം ജീവിതത്തിലൂടെ തിരിച്ചറിയുന്നു. പക്ഷേ ഏറ്റവും സ്നേഹത്തോടും ഏറ്റവും ക്ഷമയോടും ആർദ്ര കരുണയോടും ദൈവം തമ്പുരാൻ നമ്മോടൊപ്പം ആയിരിക്കുന്ന ആ വലിയ അവസരമാണ് ധ്യാനം. അഗാധമായ വിശ്വാസവും പ്രതീക്ഷയും പുലർത്തുന്ന ഒരാളോടൊപ്പം എത്ര സമയം വേണമെങ്കിലും നമ്മൾ ചെലവഴിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് പോലെ നമ്മോട് സ്നേഹവും നമ്മോട് കൃപയും പുലർത്തുന്ന ദൈവത്തോട് ചേർന്ന് നാം ആയിരിക്കുന്ന ഒരല്പസമയമാണ് ഈ ധ്യാനം. വീണ്ടും ധ്യാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നീ എവിടെയാണ് എന്ന ചോദ്യവും നീ എവിടെ ആയിരിക്കണം എന്ന ജീവിതാനുഭവവും തമ്മിലുള്ള ഓർമ്മപ്പെടുത്തലാണ് ധ്യാനം. കുഞ്ഞേ, നീ എവിടെയാണ് എന്ന ചോദ്യവും നീ എവിടെ ആയിരിക്കണം എന്ന നിന്റെ അനുഭവത്തെയും ഓർമ്മപ്പെടുത്തുന്നതാണ് ധ്യാനം. ഈ ധ്യാനത്തിലേക്ക്, ദൈവകൃപയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമേ, നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ നൽകാതെ ഈ മക്കൾക്ക് എനിക്കൊന്നും നൽകുവാൻ കഴിയില്ല എന്ന് ഞാനും തിരിച്ചറിയുന്നു. ഈ തിരുവചന ധ്യാനം നാം കേട്ട് ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നാം കേട്ട വചനങ്ങളുടെ കൊച്ചു കൊച്ചു ചിന്തകളും അനുഭവങ്ങളും പ്രേരണകളും നമുക്ക് ബലമാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ നടുനോമ്പിൻ്റെ ധ്യാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് നോയമ്പിൻ്റെ നമസ്കാര ക്രമങ്ങൾ, നിനുവയുടെ കണ്ണുനീരും യോനയുടെ ജീവിതാനുഭവവും പ്രാർത്ഥനയും അതോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്ന ബലവും ശക്തിയും
നമ്മുടെ നമസ്കാര ക്രമങ്ങളിലൂടെ പിതാക്കന്മാർ നമുക്ക് നൽകുന്നുണ്ട്. 3 നോയമ്പിൻ്റെ തിങ്കളാഴ്ച പ്രഭാതത്തിൻ്റെ കോലോയിൽ ഇങ്ങനെ ഒരു കീർത്തനമുണ്ട്. യോന കുടിലിരുന്നും കൊണ്ടപ്പുരിയെ നോക്കി നിനവാപുരി കൃപ ചെയ്തിടാൻ ദൈവത്തെ നോക്കി പുരിയുടെ നാശം കാൺമാൻ യോനായും ദൈവകൃപയ്ക്കായി അപ്പുരിയും നോക്കി. ഇന്ന് ചേർന്ന് നാം ചിന്തിക്കുന്നത് ഈ കീർത്തനമാണ്. യോന കുടിലിരുന്നു കൊണ്ട് നിനുവയെ സൂക്ഷിച്ച് നോക്കി. നിനുവ നഗരം കരുണ ചെയ്യുവാൻ ദൈവത്തിങ്കിലേക്ക് സൂക്ഷിച്ചു നോക്കി. നിനുവയുടെ നാശം കാണാൻ യോന നോക്കി പാർത്തു. എന്നാൽ നിനുവ നഗരം ദൈവകൃപയ്ക്കായും നോക്കി പാർത്തു. ഈ ദിവസത്തെ നമ്മുടെ ചിന്തയിലേക്ക് 3 നോട്ടങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഒന്നാമത്തെ നോട്ടം യോനായുടെ നോട്ടമാണ്. രണ്ടാമത്തെ നോട്ടം നിനുവയുടെ നോട്ടമാണ്. മൂന്നാമത്തെ നോട്ടം ഈ 2012 ഈ നടുനോമ്പിൽ ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വന്ന് നാം ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന നമ്മുടെ നോട്ടവുമാണ്. എന്തായിരുന്നു യോനയുടെ നോട്ടത്തിൻ്റെ പ്രത്യേകത? യോന പ്രവചനം വളരെ പരിചിതമായ കഥ പോലെ നമുക്ക് അറിയാവുന്നതാണ്. യോന എന്ന പ്രവാചകനെ നാം ആദ്യം കണ്ടെത്തുന്നത് യാഫോവ് എന്ന തുറമുഖത്ത് വെച്ചാണ്. യോന യാഫോവ് എന്ന തുറമുഖത്ത് യോന നോക്കുന്നത് എങ്ങോട്ടാണ്? ദൈവം തനിക്ക് കൊടുക്കുന്ന ഒരു വലിയ നിയോഗത്തിൽ നിന്നും വ്യത്യസ്തമായി യോന നിനുവയിൽ നിന്നും മാറി നേരെ എതിർവശത്തുള്ള തർസൂസിലേക്ക് പോകുവാൻ യാഫോവ് എന്ന തുറമുഖത്ത് നിൽക്കുമ്പോൾ യോനയുടെ നോട്ടം ഒരു കപ്പൽ വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു സ്ഥലത്തേക്ക് പോകുവാൻ നാം ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പോകേണ്ട ദിശയിലേക്കുള്ള ബസ് വരുന്നുണ്ടോ എന്ന് നാം നോക്കി നിൽക്കുന്നത് പോലെ യോന യാഫോവ് എന്ന തുറമുഖത്ത് നിൽക്കുമ്പോൾ നോക്കുന്നത് തനിക്ക് തർസൂസിലേക്ക് പോകുവാൻ, അല്ലെ നിനുവയുടെ എതിർദിശയിലേക്ക് പോകുവാൻ ഒരു യാത്രാ സൗകര്യം ലഭിക്കുമോ എന്ന ഒരു വലിയ ആഗ്രഹത്തോടെയുള്ള നോട്ടമാണ്. എന്തായിരുന്നു ഈ നോട്ടത്തിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, യോന പ്രവാചകൻ ദൈവത്തെ അറിയാതെ, ദൈവജനത്തെ അറിയാതെ വംശീയ വിദ്വേഷത്തിൽ നിലനിന്നിരുന്ന നിനുവ പട്ടണക്കാരുടെ ദുഷ്കർമ്മങ്ങൾക്കെതിരെ ദൈവനിയോഗത്താൽ പ്രസംഗിച്ചാൽ ഒരുപക്ഷെ ഒരു വംശീയ വിദ്വേഷത്തിന് കാരണമാകുമെന്ന് യോന തൻ്റെ മനസ്സിൽ മുൻവിധി ഉണ്ടായി. അത് തന്നെയുമല്ല, തന്നെ കൈക്കൊള്ളാതിരുന്ന, തൻ്റെ ജനങ്ങളെ കൈക്കൊള്ളാതിരിക്കുന്ന വിജാതീയ സമൂഹം അങ്ങനെ രക്ഷപ്പെടേണ്ട എന്ന ഒരു സങ്കുചിത പ്രതികാര ചിന്തയും യോനയുടെ മനസ്സിൽ ഉണ്ടായിരിക്കാം. ഒരു മുൻവിധിയിൽ, ഒരു വംശീയ വിദ്വേഷത്തിലും പ്രതികാര ചിന്തയിലും യോനയിൽ ഒരു മുൻവിധി ഉണ്ടായി. യോന കപ്പൽ നോക്കി നിൽക്കുകയാണ്. അത് തന്നെയുമല്ല, യോന ഇനിയും ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് നിനുവയിൽ ചെന്ന് ഈ മാനസാന്തര സുവിശേഷം പ്രസംഗിച്ചാൽ ഇവർ മാനസാന്തരപ്പെടും എന്നുള്ളതിന് ഉറപ്പില്ല എന്നുള്ള ഒരു ചിന്തയും യോനയെ ഭരിച്ചു. താനൊരു പ്രസംഗം പറഞ്ഞിട്ട്, അല്ലെ ഞാനിപ്പോൾ ഈ ധ്യാനം നയിച്ചിട്ട്
ഒരാൾ പോലും അത് ശ്രദ്ധിച്ചു കേട്ടവളുടെ ജീവിതത്തിൽ ഒരു ഫലമില്ലല്ലോ, ഫലമുണ്ടായില്ലല്ലോ എന്ന് ഒരു ചിന്ത എന്നിലുണ്ടാകുന്നത് പോലെ യോന വിചാരിച്ചു, ഈ നിനുവാക്കാരോട് ഈ പ്രസംഗമൊക്കെ പറഞ്ഞതിന് ശേഷം നിനുവാക്കാർ ഇത് കേട്ടില്ലെങ്കിൽ എൻ്റെ പ്രസംഗം വെറുതെയായി പോകില്ലേ എന്നൊരു അഹങ്കാരം യോനയെ ഭരിച്ചു. ദുരഭിമാനവും ഗർവും യോനയെ ഭരിച്ചപ്പോൾ ദൈവത്തിൽ നിന്നും നേരെ എതിരിലേക്ക് നോക്കി നിൽക്കുകയാണ്. അതിനുപരി താൻ ദൈവത്തിന്റെ വചനം പറയുവാൻ പോകുന്നത് നിങ്ങൾ 40 ദിവസത്തിനകം ഉന്മൂലനാശം വരുത്തുമെന്നാണ്. ദൈവത്തെ അറിയാതിരിക്കുന്ന, തങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ചെന്ന് നിങ്ങൾ 40 ദിവസത്തിനകം പട്ടുപോകുമെന്ന് ദൈവത്തിന്റെ ശക്തിയുള്ള പ്രവചനം പറയുമ്പോൾ പ്രവാചകനായ തന്നെ അവർ വെറുതെ വിടുവോ എന്നൊരു പ്രാണഭയവും യോനയെ ഭരിച്ചു. മുൻവിധിയും ഗർവും ദുരഭിമാനവും അഹങ്കാരവും പ്രാണഭയവും യോനയിൽ നിറഞ്ഞപ്പോൾ യോന നിനുവയിൽ നിന്നും തർസൂസിലേക്ക് പോകുവാൻ, നിനുവ കിഴക്കേ നിനുവയിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള തർസൂസിലേക്ക് പോകുവാൻ കപ്പൽ നോക്കി നിൽക്കുന്ന യാഫോവ് എന്ന തുറമുഖത്ത് യോനയുടെ നോട്ടം എങ്ങനെയും ദൈവത്തിൽ നിന്നും ഓടിയൊളിക്കുവാൻ കഴിയും എന്ന ആഗ്രഹത്തിൽ ഉള്ള ഒരു നോട്ടമാണ്. ഈ നൊയമ്പിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ദൈവത്തിൽ നിന്നും ഒളിഞ്ഞിരിക്കുവാൻ ഏതെങ്കിലും ഒരു നിമിഷം നമുക്ക് പറ്റുമോ? 139 സങ്കീർത്തനം മുഴുവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിയമിക്കപ്പെട്ട നാളുകളിൽ ഏതുമില്ലാതിരുന്നപ്പോൾ മാറ്റം നമുക്ക് വരുത്തും. നിയമങ്ങളും നിർബന്ധങ്ങളും കർശനങ്ങളും ശിക്ഷണ നടപടികൾക്കും അപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ ഏറ്റവും അധികം രൂപപ്പെടുത്തുവാൻ കഴിയുന്നത് എൻ്റെ ദൈവത്തിൽ നിന്നും എനിക്ക് ഒളിഞ്ഞിരിക്കുവാൻ, മറഞ്ഞിരിക്കുവാൻ കഴിയില്ല എന്നൊരു വീണ്ടു വിചാരമാണ്. ഞാൻ ത്രോണോസിൽ ബലിയർപ്പിക്കുമ്പോഴും, ഞാൻ ജനങ്ങളോട് സംസാരിക്കുമ്പോഴും, ഞാൻ കുടുംബജീവിതത്തിലായിരിക്കുമ്പോഴും, എൻ്റെ കിടക്കയിലായിരിക്കുമ്പോഴും, എൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുമ്പോഴും, അവരോട് ഇടപെടുമ്പോഴും, ഞാൻ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ദൂരത്ത് മറ്റൊരു ദേശത്ത് ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ പരിചയക്കാരും എന്നെ അറിയുന്നില്ലെങ്കിലും കാണുന്നില്ലെങ്കിലും, ആരും എന്നെ കാണുന്നില്ല എന്ന് നാം വിചാരിക്കുന്ന നിമിഷങ്ങളിലും എൻ്റെ ദൈവം എന്നെ കാണുന്നു എന്ന ബോധം നമുക്ക് കുറേയൊക്കെ മാറ്റം വരുത്തും. യാഫ എന്ന തുറമുഖത്ത് നിന്ന് യോന നോക്കുമ്പോൾ യോനയുടെ നോട്ടത്തിൽ മുൻവിധിയും വംശീയ വിദ്വേഷവും, അതനുസരിച്ച് ഞാൻ സുവിശേഷം പറഞ്ഞിട്ട് ഞങ്ങളെ കൈക്കൊള്ളാതിരിക്കുന്നവർ രക്ഷപ്പെടണ്ട എന്ന പ്രതികാര ചിന്തയും ദുരഭിമാനവും ഗർവും, തൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന പ്രാണഹാനിയുമൊക്കെയും ദൈവത്തിൽ നിന്നും ഓടിയൊളിക്കുവാൻ യാഫോ എന്ന തുറമുഖത്ത് നിന്ന് ഒരു കപ്പലിന് വേണ്ടി യോന നോക്കി. രണ്ടാമത് യോന നോക്കുന്നത് എവിടെയാണ്? യോന കപ്പലിൽ കയറി കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്തത്? യോന പ്രവചനം 1-ാം അധ്യായം. എന്ത് ചെയ്തു? യോന കപ്പലിൽ കയറി കഴിഞ്ഞപ്പോൾ യോന ശ്രദ്ധിച്ചത്
തനിക്ക് സ്വസ്ഥമായി വിശ്രമിക്കുവാൻ ഒരു സ്ഥലത്തെക്കുറിച്ച് യോന അന്വേഷണം നടത്തി. അപ്പോ കപ്പലിന്റെ അടിത്തട്ടിൽ കയറി കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു എന്നും ഗാഠമായി ഉറങ്ങിയെന്നും മറ്റ് ഭാഷാന്തരങ്ങളിൽ നാം പഠിക്കുന്നു. യോന കപ്പലിൽ കയറിയപ്പോൾ യോന നോക്കിയത് തനിക്ക് സ്വസ്ഥമായി ഇരിക്കുവാനുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ്. യോന കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് ഗാഠമായി ഉറങ്ങി. അപ്പോൾ ആ കപ്പലും കപ്പൽ യാത്രികർക്കും എന്ത് സംഭവിച്ചു എന്ന് നാം വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യോന കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ആ കപ്പലിലുള്ളവർ മുഴുവൻ നാശത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു, പ്രാണഭയത്തോടെ നിലവിളിക്കുകയായിരുന്നു. ജീവിതത്തിൽ നാം ക്രിസ്തീയ അനുഭവത്തിലേക്ക് വരികയും സുവിശേഷങ്ങൾ ശ്രദ്ധിക്കുകയും ആരാധന അനുഭവത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ അപകടം ദൈവത്തെ അവനവന്റെ ഇഷ്ടത്തിനും അവനവന്റെ സൗകര്യത്തിനും അവനവന്റെ സ്വസ്ഥതയ്ക്കും സുഖത്തിനും വേണ്ടി മാത്രം കൂട്ടുപിടിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മാറുന്നു. മറ്റുള്ളവർക്ക് എന്തു വന്നാലും അത് ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന് നാം ചിന്തിക്കുകയും ഞാൻ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്നില്ല എന്ന സ്വസ്ഥതയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. പകർച്ചവ്യാധികൾ വരുമ്പോൾ, യുദ്ധങ്ങൾ കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ നാട്ടിലല്ലല്ലോ, ഞങ്ങളുടെ രാജ്യത്തല്ലല്ലോ, ഞങ്ങളുടെ മക്കൾ ജോലി ചെയ്യുന്ന സ്ഥലത്തല്ലല്ലോ എന്നാശ്വസിക്കുമ്പോൾ അനേകം കുഞ്ഞുങ്ങൾ, അനേകം മക്കൾ, സഹോദരങ്ങൾ പ്രയാസം അനുഭവിക്കുമ്പോൾ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു സമൂഹത്തിലെ അംഗങ്ങളാണ് നമ്മൾ. നമുക്ക് ഉണർവ് വരണമെങ്കിൽ നാം ആയിരിക്കുന്ന അനുഭവങ്ങൾ തകർക്കപ്പെടണമെന്ന ഒരു ജീവിതാനുഭവത്തിലേക്ക് നമ്മൾ മാറുകയാണ്. യോന കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് നല്ലവണ്ണം ഉറങ്ങിയപ്പോൾ യോന നോക്കിയത് യോനയിലേക്ക് മാത്രമാണ്. യോന ആ സമയത്ത് സെൽഫ് സെന്റേർഡ് ആയിരുന്നു, അവനവനിലേക്ക് തന്നെ നോക്കി. നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിലുമൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം മതിലുകൾ കെട്ടിപ്പൊക്കി അവരവരിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു. മറ്റാരെയും വേണ്ട എന്ന അനുഭവം നമുക്കുണ്ട്. അതിനൊരുപക്ഷെ ഇങ്ങനെ നമുക്ക് സംഗ്രഹിക്കാം: ദൈവനിഷേധത്തിലെത്തുന്ന സ്വയം പര്യാപ്തത. ദൈവനിഷേധത്തിലെത്തുന്ന സ്വയം പര്യാപ്തത. ചിലപ്പോഴെങ്കിലും നമ്മൾ ചോദിക്കും, ദൈവത്തിനു പോലും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നമ്മൾ അഹങ്കരിക്കുന്നവരാ. എൻ്റെ ആരോഗ്യം, എൻ്റെ പണം, എൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ ഉദ്യോഗം, ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ മുന്നേറുമ്പോൾ എനിക്കാരെയും ഭയക്കാനില്ല, എനിക്ക് ആരുടെയും സഹായം വേണ്ട, എനിക്ക് ദൈവത്തെ പോലും വേണ്ട എന്ന് ചില നിമിഷമെങ്കിലും നമ്മുടെ മനസ്സ് ആ അനുഭവത്തിലേക്ക് വരും. ദൈവനിഷേധത്തിലെത്തുന്ന സ്വയം പര്യാപ്തത. യോനയുടെ നോട്ടത്തിന്റെ പിന്നിലും ദൈവനിഷേധത്തിലെത്തുന്ന ഒരു സ്വയം പര്യാപ്തതയായിരുന്നു. താൻ നേരെ പടിഞ്ഞാറ് ദിശയിലേക്കുള്ള തർശൂഷിലേക്ക് പോയാലും ദൈവം തന്നെ ഒന്നും ചെയ്യില്ല എന്ന് ഒരുപക്ഷെ യോന ചിന്തിച്ചിരുന്നു കാണും. രണ്ടാമത് യോന നോക്കിയത് കപ്പലിൽ കയറി ഉടൻ തന്നെ തൻ്റെ സുഖവും തൻ്റെ സൗകര്യവും മാത്രമാണ്. ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ദേവാലയത്തിൽ വരുമ്പോഴും ഈ 3 നോയമ്പെടുക്കുന്നതും അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുന്നതിനും നമ്മുടെ പ്രാർത്ഥനകളുടെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറയും, നിനക്ക് വേണ്ടി നീ ഏറ്റവും കുറച്ച് പ്രാർത്ഥിച്ചാൽ മതി. ക്രിസ്തു പ്രാർത്ഥിച്ചത് മുഴുവൻ നമുക്ക് വേണ്ടിയായിരുന്നു.
ക്രിസ്തു പ്രാർത്ഥിച്ചത് മുഴുവൻ നമുക്ക് വേണ്ടിയായിരുന്നു. തനിക്ക് വേണ്ടി താൻ ഒന്നും ചെയ്തില്ല. ക്രിസ്തു ചെയ്യാതെ പോയ അത്ഭുതം എന്ന് പറയുന്ന ചിന്തകന്മാർ പറയുന്നത് തനിക്ക് വേണ്ടി ക്രിസ്തു ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ക്രിസ്തു ചെയ്യാതെ പോയ അത്ഭുതം. അതുകൊണ്ട് തന്നെ നാം പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് ഈ നോയമ്പിലായിരിക്കുമ്പോൾ എൻ്റെ സുഖത്തിനും എൻ്റെ സൗഖ്യത്തിനും എൻ്റെ സ്വസ്ഥതയ്ക്കും ഞാൻ ആഗ്രഹിക്കുന്ന ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടി മാത്രമാണോ ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരുന്നത് എന്ന് യോനയുടെ നോട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യോന തന്നിലേക്ക് തന്നെ നോക്കി യോനയെ തട്ടിവിളിക്കുന്ന സഹയാത്രികർ യോനയെ ഉണർത്തുമ്പോൾ യോന കാണുന്നത് കപ്പൽ ഛേദത്തിലേക്ക് പോകുവാൻ ഒരുങ്ങുകയാണ്. എന്ത് ചെയ്യണം? ഓരോരുത്തൻ താൻ താൻ്റെ ദേവനോട് നിലവിളിച്ചു എന്ന് നാം വായിക്കുന്നു. ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നാം ആദ്യം ചെയ്യുന്നത് നമുക്കറിയാവുന്ന പ്രാർത്ഥന അനുഭവങ്ങളിലേക്ക് നമ്മൾ വരികയും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ ചെയ്തു നോക്കും. അതിനുശേഷം മറ്റുള്ളവരുടെ അഭിപ്രായം നാം തേടും. അല്ലെങ്കിൽ ചിലർ പറയും ഇന്ന സ്ഥലത്ത് പോയാൽ അവിടെ ഒരു രക്ഷയുണ്ട്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മാറുമെന്ന് പറയുമ്പോൾ അതൊന്ന് പരിശോധിച്ചു നോക്കും. ഓരോരുത്തൻ താൻ താൻ്റെ പരിശ്രമങ്ങളിൽ ദൈവത്തെ വിളിക്കുവാൻ ശ്രമിക്കുമ്പോൾ ജീവിതത്തിൽ യോന കപ്പലിൽ നിന്നുകൊണ്ട് തന്നിലേക്ക് തന്നെ നോക്കിയെങ്കിൽ കപ്പലിന്റെ മുകൾ തട്ടിലേക്ക് എത്തുന്ന യോനയിൽ ഒരു വ്യത്യാസമുണ്ടാകും. ഒരുപക്ഷെ നിനിവായ് നോയമ്പിന്റെ 3 നോയമ്പിന്റെ ഏറ്റവും ശ്രേഷ്ഠമായി യോന ദീർഘദർശിയുടെ സ്വഭാവത്തെ സഭ ആരാധനയിലൂടെയും നമസ്കാരത്തിലൂടെയും ഉയർത്തിക്കാട്ടുന്നത് ഈ അനുഭവമാണ്. ഞാനും നിങ്ങളുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് മറ്റുള്ളവരുടെ മുകളിൽ പഴിചാരുന്നവരാണ്. ഒരിക്കലും ഞാനാണ് പ്രശ്നകാരണമെന്ന് സമ്മതിക്കുന്ന ഒരു അനുഭവം നമുക്കില്ല. കാരണം ഞാനാണ് പ്രശ്നകാരണകൻ എന്ന് മനസ്സിലായാൽ അതിൻ്റെ പ്രതിവിധി ഞാൻ ചെയ്യേണ്ടി വരും, അതിന് ക്ഷമ പറയേണ്ടി വരും, ശിക്ഷ ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ ന്യായീകരണങ്ങളായി കണ്ട് പഴിചാറാറുണ്ട്. ആദിമ മാതാപിതാക്കളിൽ തുടങ്ങുന്ന പഴിചാരൽ ഇന്ന് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. യോന രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു, പക്ഷേ ചീട്ട് യോനായ്ക്ക് തന്നെ വീണു. ഞാനും നിങ്ങളും ജീവിതത്തിൽ പലപ്പോഴും രക്ഷപ്പെടാമെന്ന് വിചാരിക്കും, പക്ഷേ നമുക്കുള്ള ചീട്ട് നമുക്ക് തന്നെ വീഴും. നമുക്കുള്ള ചീട്ട് മറ്റാർക്കും വീഴില്ല. യോനയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ദൈവത്തെ അനുസരിക്കാതെ കടന്നു വരുന്നു എന്ന് കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു. ഈ പ്രശ്നം മാറാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യമാണ്. ഇന്ന് പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നവർക്കും ദൈവമേ എന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നവരുമൊക്കെ ചോദിക്കും, ഇത് മാറാൻ ഞങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് ഒരു വലിയ നിലവിളി ഉയരുകയാണ്. പുറമേ എല്ലാം ഉണ്ട് എന്ന് തോന്നുന്നവർക്കും കുഴപ്പമൊന്നുമില്ല എന്ന് സമൂഹം മുദ്രകുത്തുന്നവർക്കുമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറുന്ന നെരിപ്പോടുകൾ പോലെ അനേകം ജീവിത നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഓരോരുത്തരും. ഓരോ ഭവനങ്ങളോടും ഓരോ വ്യക്തികളോടും അടുക്കുമ്പോൾ അറിയാം അവരുടെ വേദന എന്താണ് എന്ന്. ആ വേദനയുടെ നടുവിൽ നമ്മൾ ചോദിക്കും, എന്ത് ചെയ്യണം? വേദനയുടെ അനുഭവത്തിൽ നിനിവാ നോമ്പിൽ നമുക്ക് കിട്ടുന്ന യോനാ ദീർഘദർശിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവം ഇതാണ്: എന്നെ എടുത്ത് കടലിലെറിയൂ, എന്നെ എടുത്ത് കടലിലെറിയൂ. അല്പനിമിഷം മുമ്പ് സ്വന്തം സുഖവും സ്വസ്ഥതയും നിദ്രയും മാത്രം അന്വേഷിച്ചിരുന്ന പ്രവാചകൻ ഒരു വീണ്ടു വിചാരത്തിൽ എന്ന വണ്ണം തൻ്റെ ചിന്തകൾ ഉണർന്നിട്ട് യോനാ പ്രവാചകൻ പറഞ്ഞു, എന്നെ എടുത്ത് കടലിലെറിയൂ. ഈ സമൂഹത്തിലെ ചില പ്രയാസങ്ങൾ, നമ്മുടെ കുടുംബ ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, നമ്മുടെ പരിശുദ്ധ സഭയിലെ പ്രാർത്ഥനകൾ, നമ്മുടെ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾക്കൊക്കെയും ദൈവം മറുപടി നൽകണമെങ്കിൽ ചിലതിനെയൊക്കെ എടുത്ത് കടലിലെറിയുവാനുള്ളൊരു സന്നദ്ധതയും വിനയവും നമുക്ക് ഉണ്ടാകണം. എന്നെ എടുത്ത് കടലിലെറിയൂ എന്ന് പറയുവാനുള്ള ഒരു സന്നദ്ധത.
ചിന്തകന്മാർ പറയുന്നു, യോനയ്ക്ക് ത്യാജഗ്രാഹ്യ ബുദ്ധി ഉദിച്ചു എന്ന്. ത്യാജഗ്രാഹ്യ ബുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ മൂലമാണ് സമൂഹത്തിൽ പ്രശ്നമുണ്ടായത് എന്ന തിരിച്ചറിവാണ്. ഞാൻ മൂലമാണ് സമൂഹത്തിൽ പ്രശ്നമുണ്ടായത് എന്ന തിരിച്ചറിവാണ് ത്യാജഗ്രാഹ്യ ബുദ്ധി. സ്വയം ത്യജിക്കുവാൻ, അത് ഗ്രഹിക്കുവാനുള്ള ബുദ്ധിയാണത്. നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതങ്ങളിലും പെരുങ്കാറ്റുകളും കൊടുങ്കാറ്റുകളും മാറണമെങ്കിൽ ആ പ്രശ്നങ്ങളിൽ എൻ്റെ പങ്കാളിത്തം എന്താണ്, ഇതിൽ എൻ്റെ പങ്കെന്താണ് എന്ന് തിരിച്ചറിയുവാനും അതിനെ ഉപേക്ഷിക്കുവാനുള്ള മനസ്സില്ലാതിരുന്നാൽ നിന്റെ ജീവിതത്തിലെ പെരുങ്കാറ്റുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. നീ ആഞ്ഞാഞ്ഞ് തണ്ടു വലിച്ചാലും നീ കരയിലെത്തുകയില്ല. താൻ്റെ ദേവനോട് നിലവിളിച്ചാലും നിനക്ക് പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുകയില്ല. അതിനു വേണ്ടത്, ഞാൻ മൂലം എൻ്റെ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ, ഞാൻ മൂലം എൻ്റെ ഇടവകയിൽ പ്രശ്നമുണ്ടെങ്കിൽ, എൻ്റെ പ്രത്യേക സ്വഭാവവും എൻ്റെ സംസാരവും എൻ്റെ ശൈലിയും നിമിത്തം പ്രശ്നമുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വയ്ക്കുവാനുള്ള, സ്വയം ത്യജിക്കുവാനുള്ള ഒരു ബുദ്ധി നമുക്ക് യോനാ ദീർഘദർശി തരുന്നു. യോനാ പ്രവാചകന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവവും മറ്റൊന്നുമല്ല, യോനയ്ക്ക് തന്നെ തന്നെ ഇല്ലാതാക്കുവാൻ, സമൂഹം രക്ഷപ്പെടുവാൻ വേണ്ടി തന്നെ തന്നെ ത്യജിക്കുവാനുള്ള മനസ്സായിരുന്നു യോനയ്ക്ക് ഉണ്ടായിരുന്നത്. പരസ്പരം സംസാരിക്കുകയും സഹോദരങ്ങൾ തമ്മിൽ വഴക്കടിക്കുകയും ചെയ്യുമ്പോൾ തിരിച്ചു പറയുന്നവരാണ് മിടുക്കന്മാരെന്നാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ. സംസാരിച്ച് ജയിക്കുന്നവനാണ് മിടുക്കൻ എന്ന് നമ്മുടെ ധാരണ. ചിലപ്പോഴെങ്കിലും മൗനവും ക്ഷമയും ശ്രേഷ്ഠമായ വിജയത്തെക്കാൾ വലുതാണ്. ഒരൽപ്പം ക്ഷമിക്കുന്നത്, വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ മനസ്സ് കാണിക്കുന്നത്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് എന്ന് നിന്റെ സഹോദരന് വേണ്ടി നീ നിന്റെ കാൽച്ചുവടുകൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതൊക്കെയും ഈ ത്യാജഗ്രാഹ്യ ബുദ്ധിയുടെ അനുഭവങ്ങളാകും. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ പ്രശ്ന കാരണമായി എന്തൊക്കെയാണോ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സ്വഭാവത്തിലുള്ളത്, അതിനെ എടുത്ത് കടലിലെറിയുവാൻ, അതിനെ ഇല്ലാതാക്കുവാനുള്ള പ്രേരണയാണ് യോന കപ്പലിന്റെ മുകൾ തട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് തരുന്നത്. കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് തന്നിലേക്ക് തന്നെ നോക്കിയ യോന, സെൽഫ് സെന്റേർഡായ യോന കോസ്മിക് സെന്റേർഡായി. അവനവനിലേക്ക് തന്നെ നോക്കിയ യോന സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെ തന്നെ ഇല്ലാതാക്കുവാൻ മനസ്സ് കാണിച്ചു. അതുകൊണ്ടാണ് യോനാ പ്രവചകൻ ക്രിസ്തുവിൻ്റെ മുന്നടയാളമെന്ന് നാം ഓർമ്മപ്പെടുത്തുന്നത്. ലോകം മുഴുവൻ രക്ഷപ്പെടുവാൻ വേണ്ടി സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ച് പുത്രൻ തന്നെ നമുക്ക് വേണ്ടി ഇല്ലാതായിത്തീരുമ്പോൾ നാം രക്ഷപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ വലിയ മനസ്സിനെ നാം തിരിച്ചറിയുന്നു. യോനയുടെ നോട്ടം നമുക്ക് നൽകുന്ന അടുത്ത സന്ദേശം, യോനയെ അടുത്തതായി നാം കാണുന്നത്, ഒരുപക്ഷെ ഈ തിരുവചനത്തിൽ അക്ഷരങ്ങളിൽ എഴുതിയിട്ടില്ലെങ്കിലും യോനയെ കപ്പലിൽ നിന്നെടുത്ത് കടലിലേക്കിടുകയാണ്. കടലിലേക്കിടുമ്പോൾ ഈ കടലിലൂടെ താഴ്ന്ന് താഴ്ന്ന് താഴ്ന്നു പോകുന്ന യോന നോക്കുന്നത് എങ്ങോട്ടാണ്? എങ്ങോട്ടാ നോക്കുന്നത്? എന്തെങ്കിലും രക്ഷയുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഒരു രക്ഷയുമില്ല. ഇനിയും തീർന്നു, ജീവിതം തീർന്നു. യോന കടലിലെ ഈ വെള്ളത്തിലൂടെ, തിമിംഗലങ്ങളുടെ നടുവിലൂടെ, മത്സ്യങ്ങളുടെ നടുവിലൂടെ നേരെ താഴോട്ട് പോകുമ്പോൾ യോന നോക്കുകയാണ്. ഇല്ല, തീർന്നു, എല്ലാം അസ്തമിച്ചു. യോനയുടെ ഈ നോട്ടം എൻ്റെയും നിങ്ങളെയും ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ ഉണ്ടാകാറുണ്ട്. എൻ്റെ ദൈവമേ, എല്ലാം തകർന്നു, എല്ലാം തീർന്നു, ഇനിയും ഒരു രക്ഷയുമില്ല,
ഇനി ചികിത്സിച്ചിട്ട് ഭേദമാകത്തില്ല. ഇനിയും ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറുവാൻ ഒരു അത്താണിയുമില്ല. എന്നെ തിരിച്ചറിയുന്നവൻ ആരുമില്ല. എന്നെ മനസ്സിലാക്കുവാൻ എൻ്റെ അപ്പനോ അമ്മയോ എൻ്റെ മക്കളോ ഇല്ല എന്നെല്ലാം അസ്തമിച്ചിരിക്കുന്ന ജീവിതത്തിന്റെ ചില നിമിഷങ്ങളിൽ നാം നിൽക്കുമ്പോൾ ഈ കടലിലേക്ക് പോകുന്ന യോനയുടെ നോട്ടം ഇനിയൊന്നുമില്ല, എല്ലാം നിരാശയിലേക്കാണ്. ഇനി രക്ഷപ്പെടില്ല എന്നുള്ള ഒരനുഭവത്തിൽ യോന അങ്ങനെ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നു. മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകെ ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ അവനെന്നും മതിയായവൻ, അവനെന്നുമെന്നും മതിയായവൻ. നീ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നീ താഴോട്ട് പോകുമ്പോൾ നീ മറന്നുപോയൊരു കാര്യമുണ്ട്. എത്രയോ ജീവിത നിമിഷങ്ങളിൽ ദൈവം നിന്നെ കോരിയെടുത്ത് നെഞ്ചോട് പിടിച്ചിട്ടുണ്ട്. പലതും നീ അറിഞ്ഞു പോലുമില്ല, ചിലതേ നീ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളിലും വേദനകളിലും ദൈവം നമ്മെ കോരിയെടുത്തു എന്ന് ചിലതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ഇതുവരെ നമ്മൾ തിരിച്ചറിയാതിരുന്ന എത്രയോ ദൈവ സംരക്ഷണയുടെ കരുതലിന്റെ നിമിഷങ്ങളുണ്ടെന്നറിയാമോ? കുഞ്ഞിനെ കടലിലേക്ക് താന്നു പോയാലും ദൈവം നിന്നെ കോരിയെടുക്കുവാൻ മത്സ്യത്തെ കൽപ്പിച്ചാക്കും. കുഞ്ഞേ, നീ കടലിലേക്ക് താന്നു പോയാലും നിന്നെ കോരിയെടുത്ത് നെഞ്ചോട് പിടിക്കുവാൻ തമ്പുരാൻ മത്സ്യത്തെ കൽപ്പിച്ചാക്കുന്ന വലിയ കരുതലുണ്ട്. കരുതുന്നവൻ ഞാനല്ലയോ, നീ കലങ്ങുന്നതെന്ത് എന്ന് നാം പാടുന്നത് ഈ അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് ഈ കരുതലിനെ ഏറ്റവും ശ്രേഷ്ഠമായി ഞാൻ ഓർക്കാറുള്ളത്. പഴയ നിയമത്തിൽ ഏറ്റവും ശക്തമായ ഭാഷയിൽ നമുക്ക് ഈ കരുതൽ ദൈവം തരും. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കത്തില്ലെന്നാ പറഞ്ഞു. പുതിയ നിയമത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കരുതൽ തമ്പുരാൻ തരും. ഒരുവൻ തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിൽ അപ്പുറമായ കരുതലും സ്നേഹവുമില്ല. ഇത്രത്തോളം നെഞ്ചോട് കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ ദൈവം നമ്മെ ചേർത്ത് പിടിച്ച എത്ര നിമിഷങ്ങളുണ്ട്. ഞാൻ പറയും, ഇന്നിവിടെ ഒന്ന് നിൽക്കുവാൻ, എൻ്റെ നാവൊന്ന് ചലിപ്പിക്കുവാൻ, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലൊന്ന് പറയുവാൻ പോലും കൃപ തരുന്നത് ദൈവത്തിൻ്റെ കരുണ മാത്രമാണ്. ഇവിടെ മുട്ടുമടക്കി ഇരിക്കുവാൻ, ഇത് കേൾക്കുവാൻ, ഇത് ശ്രവിക്കുവാനും, ജീവിതത്തിന്റെ തിരക്കുകളിൽ നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഇവിടെ ഈ പള്ളിയിൽ വന്ന് ഇരിക്കുവാൻ വരെയും കൃപ തരുന്നത് ദൈവത്തിൻ്റെ കൃപയല്ലാതെ മറ്റൊന്നുമല്ല. കേവലം ഒരു കൊച്ചു നിമിഷങ്ങളിൽ മാത്രമല്ല നാം ദൈവത്തിൻ്റെ കൃപയിൽ സംരക്ഷിക്കപ്പെടുന്നത്. മറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ, നിയമിക്കപ്പെട്ട നാളുകളിൽ നീ ഏതുമില്ലാതിരുന്നപ്പോൾ തുടങ്ങി ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും തീരുന്നില്ല. നീ ഇവിടുന്ന് മൺമറഞ്ഞു പോയാലും വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ സംഘങ്ങളോട് ചേർന്ന് ദൈവസന്നിധിയിൽ നീ കൃപയോടെ കരുതപ്പെടുന്നു എന്നുള്ള ഏറ്റവും വലിയ സംരക്ഷണം. യോന കടലിലേക്ക് താണു പോകുമ്പോൾ ഒരുപക്ഷെ തൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചു. ഇനിയും താൻ ദൈവത്തിൽ നിന്നും താൻ ഓടിയൊളിച്ചത് കൊണ്ട് ദൈവം തന്നെ ഈ നിലയിലേക്ക് ആക്കി എന്ന് ഒരുപക്ഷെ യോന ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ യഹോവയോ യോനയെ വിഴുങ്ങേണ്ടതിന് ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ച് ആക്കി. നിന്റെ ജീവിതത്തിലെ സങ്കടങ്ങളുടെ നടുവിലേക്ക് നീ പോലും അറിയാതെ ഒരുവൻ കടലിലേക്ക് വീണാൽ അവനെ മത്സ്യങ്ങൾ കൊത്തിപ്പറിക്കുന്ന സാധാരണ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ മത്സ്യത്തിന്റെ വയറ്റിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു വലിയ ദൈവ സംരക്ഷണത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കും.
ഒരുപക്ഷെ ഞാനും നിങ്ങളും ചിന്തിക്കും, ദൈവമേ, എല്ലാം തകർന്നു എന്ന് ഞാൻ വിചാരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ചിന്തിക്കുന്ന പ്രതിവിധി കേവലം മാനുഷികമാണ്. നീ നിന്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും യുക്തിക്കും ഒക്കെ അപ്പുറത്തേക്ക് നീ പോലും തിരിച്ചറിയാത്ത ദൈവ വഴികളിലൂടെ ദൈവം നിന്നെ കരയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. നീ ചെല്ലേണ്ട കരയിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിന്റെ തിരക്കുകളിടയിൽ ഈ കരയിലേക്ക് കൊണ്ടെത്തിക്കുന്ന പ്രക്രിയ ഞാനും നിങ്ങളും തിരിച്ചറിയാതെ പോകും. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയം നടന്നില്ലല്ലോ എന്ന് പരാതിപ്പെടുമ്പോഴും, കുറെ നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നത് നടന്നില്ലല്ലോ എന്ന് ദൈവത്തോട് നമ്മൾ സ്നേഹത്തോടെ പെറുപിറുക്കുമ്പോഴുമൊക്കെ നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അതീതമായി ദൈവ വഴികളിലൂടെ നിന്റെ പ്രാർത്ഥനാ ആഗ്രഹങ്ങൾക്കപ്പുറത്തേക്ക് നിന്നെ നയിക്കുന്ന ഒരു ദൈവ വഴിയുണ്ട് എന്ന് ഒരുപക്ഷെ കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും ജീവിതാനുഭവങ്ങളിലൂടെ നാം തിരിച്ചറിയുന്നത്. യോനയുടെ എല്ലാം തകർന്നു തീർന്നു എന്ന അനുഭവത്തിൽ നിന്നും യോന പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ യോനയെ കൊണ്ടെത്തിക്കുകയാണ്. യോനയെ പിന്നെ നാം കാണുന്നത് എവിടെയാ? യോന നോക്കുന്നത് എവിടെ നിന്നാ? യാഫോബ് എന്ന തുറമുഖത്ത് നിന്ന് യോന നോക്കുന്നു. കപ്പലിൽ കയറി കപ്പലിന്റെ അടിത്തട്ടിൽ തനിക്ക് സ്വസ്ഥമായിരിക്കുവാനുള്ള സ്ഥലം നോക്കുന്നു. കപ്പലിന്റെ മുകൾ തട്ടിലേക്ക് വന്ന് തന്നെ തന്നെ ഇല്ലാതാക്കുവാനുള്ള മനസ്സോടെ കടന്നു വരുന്ന യോന വീണ്ടും കപ്പലിൽ കടലിലേക്ക് പുറന്തള്ളപ്പെടുന്ന യോന എല്ലാം തീരുന്നു എന്ന ആ വലിയ നിരാശയുടെ അനുഭവത്തിൽ യോനയെ തമ്പുരാനാൽ അയക്കപ്പെടുന്ന മഹാമത്സ്യം കോരിയെടുക്കുന്നു. യോനയെ പിന്നെ നമ്മൾ കാണുന്നത് മത്സ്യത്തിന്റെ വയറ്റിലാണ്. 20 മീറ്റർ നീളവും 7000 കിലോഗ്രാമുമുള്ള വെൽ ഷാർക്ക് എന്ന തിമിംഗലമാണ് യോനയെ വിഴുങ്ങിയത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. 20 മീറ്റർ നീളവും 7000 കിലോഗ്രാമുമുള്ള വെൽ ഷാർക്ക് എന്ന ഫീമൻ തിമിംഗലത്തിൽപ്പെട്ട ഒന്നാണ് യോനയെ വിഴുങ്ങിയതെന്നാണ് ചിന്തകന്മാർ പറയുന്നത്. യോന തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്ന് എങ്ങോട്ടായിരിക്കും നോക്കിയത്? യോന പ്രവചനം 2-ാം അധ്യായം ദൈവസന്നിധിയിലേക്ക് അയ്യം വിളിക്കുന്ന യോനയെ നാം കാണുന്നു. യോന നിലവിളിച്ചത് ആരോടാ? ദൈവത്തോട് നിലവിളിച്ചു. ഈ യോനയെ വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ മത്സ്യത്തിനൊരു കുഴപ്പം പറ്റി. എന്താ കുഴപ്പം പറ്റിയെന്നറിയാമോ? ചില ഭക്ഷണ പദാർത്ഥം നമ്മുടെ വയറ്റിൽ ചെന്നാൽ അത് ദഹിച്ചില്ലെങ്കിൽ എന്തു പറ്റും? നമുക്ക് ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, നമുക്ക് നടക്കാൻ പറ്റില്ല, ആകെ അസ്വസ്ഥമായിരിക്കും. യോനയെ വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ നിനുവയിലെത്തുവോളം മത്സ്യത്തിന്, ഈ വലിയ തിമിംഗലത്തിന് അസ്വസ്ഥത തുടർന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് നിന്നെ വിഴുങ്ങിക്കളയുന്ന അനുഭവങ്ങൾ നിന്നെ വിഴുങ്ങിക്കളയത്തില്ല. കാരണം നിന്നെ എത്തേണ്ട കരയ്ക്ക് എത്തിക്കുവാൻ തമ്പുരാന്റെ കൽപ്പന കിട്ടിക്കഴിഞ്ഞാൽ ആ അനുഭവം നിന്നെ എത്തേണ്ട കരയിലേക്ക് എത്തിക്കും. അതുവരെ അസ്വസ്ഥതകൾ തുടർന്നുകൊണ്ടിരിക്കും. ഈ മത്സ്യം യോനയെ നിനുവയിൽ ഛർദ്ദിക്കും വരെയും ഈ മത്സ്യത്തിന്റെ അസ്വസ്ഥതകൾ തുടർന്നു എന്നാണ്. സ്വാഭാവികമായും അസ്വസ്ഥതയുണ്ടാക്കിയ മത്സ്യം അതിശീഘ്രം കടലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുവാൻ തുടങ്ങി. അപ്പൊ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന യോനയുടെ അനുഭവം എന്തായിരിക്കും? കടൽപ്പുറ്റന്റെ തലപ്പാവായിരുന്നു എന്ന് പറയുമ്പോഴൊക്കെയും യോന മത്സ്യത്തിന്റെ വയറ്റിൽ ഇങ്ങനെ ഈ മത്സ്യം പോകുന്നതനുസരിച്ച് യോനയും ആ മത്സ്യത്തിന്റെ വയറ്റിൽ എത്രമാത്രം പ്രയാസപ്പെട്ട് കാണുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. തിരുവചനം വായിച്ചു വരുമ്പോഴറിയാം, ഈ യോനയെ വിഴുങ്ങുന്ന നിനുവയിൽ യോനയെ ഛർദ്ദിക്കുന്ന സമയം വരെയും മത്സ്യം അസ്വസ്ഥതയോടെ പാഞ്ഞു പോകുമ്പോൾ യോനയും ഈ ഉള്ളിൽ ഇതേ അസ്വസ്ഥത അനുഭവിക്കുകയായി. യോന അപ്പോൾ നോക്കിയത് എങ്ങോട്ടാണ്? എൻ്റെ വേദനകളിൽ, എൻ്റെ ഗതികേടുകളിൽ, എൻ്റെ നിസ്സഹായതയിൽ, എൻ്റെ സങ്കടങ്ങളിൽ, ഞാൻ തകർന്നു പോകുന്ന അനുഭവങ്ങളിൽ ഞാൻ നോക്കുന്നത് എങ്ങോട്ടാ?
എങ്ങോട്ടാ? ദൈവസന്നിധിയിലേക്കാണ്. അപ്പോൾ മാത്രം നോക്കിയാൽ മതിയോ? നമുക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടെ ചങ്ക് പൊടിഞ്ഞ് തമ്പുരാനെ വിളിക്കാനുള്ള ഒരു മനസ്സുണ്ടാകും. നമ്മുടെ ദേവാലയത്തിലെ പോക്കും കുടുംബ പ്രാർത്ഥനയിലെ മുട്ടുമടക്കും ഒക്കെ, തിരുവചനം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ കുറച്ചുകൂടെ ഒക്കെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളപ്പോൾ കുറേയും കൂടെ നമ്മൾ ദൈവമേ എന്ന് ചങ്ക് പൊടിഞ്ഞ് വിളിക്കും. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിതം അങ്ങോട്ട് പോകുമ്പം നമ്മൾ പറയും ചിലതൊക്കെ യാന്ത്രികമാകും, ചിലതൊക്കെ കേവലം ആചാരം മാത്രമാകും. ബലിയർപ്പിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ചില വേദനയുടെ നടുവിൽ ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ ഉള്ളം നൊന്ത് ത്രോണോസിൽ നിൽക്കുവാൻ കഴിയുമെന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജീവിതത്തിലെ സങ്കടങ്ങളിൽ നീ ദൈവത്തെ വിളിക്കുന്ന അനുഭവമല്ല, മറിച്ച് നിന്നെ മത്സ്യത്തെ കൽപ്പിച്ചാക്കി കരയിലേക്ക് അടുപ്പിക്കുന്ന തമ്പുരാന്റെ കൃപയുടെയും സന്തോഷത്തിന്റെയും സംരക്ഷണയുടെയും നാളുകളിലും ദൈവത്തെ നീ വിളിക്കാൻ മറന്നു പോകരുത്. സന്തോഷങ്ങളിൽ നാം ദൈവത്തെ വിളിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയുടെ അളവും ആത്മാർത്ഥതയും മത്സ്യത്തിന്റെ വയറ്റിൽ, വെപ്രാളത്തോടെ മുന്നോട്ട് പോകുന്ന മത്സ്യത്തിന്റെ വയറ്റിൽ വളരെയധികം പ്രയാസപ്പെടുന്ന, ഇനിയും താൻ പുറത്തേക്ക് വരുമോ, ഇനിയൊരു ജീവിതമുണ്ടാകുമോ എന്ന് ഭയന്നുകൊണ്ട് കഴിയുന്ന യോനയുടെ നിലവിളി, യോനയുടെ നോട്ടം ദൈവത്തിങ്കിലേക്കാണ്. മറക്കരുത്, യോനയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ യോന നോക്കിയത് എങ്ങനെ തനിക്ക് ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി തൻ്റെ സ്വസ്ഥതയിലേക്ക് മാത്രം പോകാമെന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റൊരവസ്ഥയുമില്ല, മറ്റൊരു രക്ഷപ്പെടലുമില്ല. മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട യോനയ്ക്ക് ദൈവത്തിങ്കിലേക്ക് നോക്കുകയാണ്. ജീവിതത്തിൽ ഞാനും നിങ്ങളും ദൈവം നമുക്ക് അവസരങ്ങൾ തരുമ്പോൾ അത് നഷ്ടപ്പെടുത്തി മത്സ്യത്തിന്റെ വയറ്റിലേക്ക് എത്തപ്പെടുമ്പോൾ അത്തരം ജീവിതാനുഭവങ്ങളിൽ നമ്മൾക്കുമുള്ള ഏകശരണം ദൈവത്തിങ്കിലേക്ക് നോക്കുകയാണ്. ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന നിനുവ, ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന യോനയ്ക്ക് ദൈവത്തിന്റെ വലിയ സംരക്ഷണം ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ പറ്റി. യഹോവയോ തന്റെ വലിയ കരുതലിൽ ഈ മഹാമത്സ്യത്തെ കൊണ്ട് എങ്ങോട്ടാണോ യോന ചെല്ലേണ്ടത് അവിടെ കൊണ്ടെത്തിക്കുന്ന ദൈവകരുണയെ നാം തിരിച്ചറിയുന്നു. കുഞ്ഞെ, നീ എത്രമാത്രം ദൈവത്തിൽ നിന്നും അകന്നകന്നകന്ന് മാറിപ്പോയാലും ദൈവം നിന്നെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെ കോരിയെടുത്തുകൊണ്ട് നീ എത്തേണ്ട കരയിൽ തന്നെ എത്തിക്കും. ഉദാഹരണം, ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങൾ ഇന്ന് മറ്റെവിടെ പോകണമെന്ന് വിചാരിച്ചാലും പറ്റില്ല. കാരണം ഇവിടെ ആയിരിക്കണം, ഞാൻ ഉൾപ്പെടെ ഇവിടെ നിൽക്കണമെന്ന തമ്പുരാന്റെ നിയോഗം നമ്മിൽ നിറവേറുന്നത് മാത്രമാണ്. മറ്റൊരു സ്ഥലത്തും ഇപ്പൊ നമുക്ക് പോകാൻ പറ്റില്ല. തൊട്ടടുത്ത നിമിഷങ്ങൾ നമ്മൾ എവിടെ ചെല്ലണമോ അവിടേക്ക് നമ്മെ അയക്കപ്പെടും, അവിടെ നമ്മൾ ചെല്ലുകയുള്ളൂ. എത്രമാത്രം നമ്മൾ പദ്ധതികൾ ആസൂത്രണം ചെയ്താലും പ്ലാൻ ചെയ്താലും ദൈവം നമ്മെ തൻ്റെ കൃപയിലൂടെ എത്തിക്കുന്ന തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. ഇനി നീ പിന്മാറി നടന്നാലും നിന്നെ തൻ്റെ കൃപയിലൂടെ കോരിയെടുത്തുകൊണ്ട് നീ എത്തേണ്ട കരയിലേക്ക് എത്തിക്കുന്ന വലിയ കൃപയാണ് ഈ 3 നോയമ്പിൽ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉറപ്പ്. യോന നോക്കുന്നത് ദൈവത്തിങ്കിലേക്കാണ്. ഞാൻ ചിന്തകൾ വളരെ വേഗം ക്രോഡീകരിച്ച് മുന്നോട്ട് പോകട്ടെ. യോന പിന്നെ നോക്കുന്നത് യഹോവ മഹാമത്സ്യത്തോട് കൽപ്പിച്ചാക്കിയിട്ട് മഹാമത്സ്യം യോനയെ ഏത് കരയിൽ ഛർദിച്ചു? നിനുവയിൽ ഇറക്കി. നിനുവയിൽ കൂലി കൊടുത്ത് കപ്പലിലേക്ക് പോയവനെ തമ്പുരാന്റെ വലിയ പദ്ധതിയിൽ, തമ്പുരാന്റെ സൃഷ്ടികളിലൊന്നായ മഹാമത്സ്യത്തോട് കൽപ്പിച്ചാക്കി അവനെ എത്തേണ്ട കരയിലേക്ക് തമ്പുരാൻ കൊണ്ടുവിടുമ്പോൾ യോന നിനുവയിൽ ചെന്നേച്ച് നോക്കി. നിനുവയിൽ ചെന്നിറങ്ങി യോന നോക്കിയ നോട്ടം ഒരുപക്ഷെ ഞാൻ ഇങ്ങനെയാണ് സംഗ്രഹിക്കുന്നത്.
യോനയ്ക്ക് തന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റി കാണത്തില്ല. യോനയ്ക്ക് തന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റി കാണത്തില്ല. കടലിലേക്ക് പോയ യോന എല്ലാം തീർന്നു എന്ന് വിശ്വസിച്ചു. തിമിംഗലത്തിന് വയറ്റിൽ ഇങ്ങനെ കടലിലൂടെ യാത്ര ചെയ്ത് ക്ലേശപ്പെട്ട യോന ഇനിയും രക്ഷയില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നിനുവയിലേക്ക്, കരയിലേക്ക് വന്നപ്പോഴാണ് യോനയ്ക്ക് തന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. മക്കളെ, ജീവിതത്തിൽ ദൈവത്തിന്റെ ചില നിയോഗങ്ങളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെ വരും. നമ്മൾ അതിശയിച്ച് നിൽക്കുന്ന ചില നിമിഷമുണ്ട്. ഓ, ദൈവം എന്നെ കരുതിയല്ലോ, ദൈവം എന്നോട് പുറത്തല്ലോ, ദൈവം എന്നെ സംരക്ഷിച്ചല്ലോ, ദൈവം ഇത്രത്തോളം വലിയ കരുണ എനിക്ക് തന്നല്ലോ എന്ന് അതിശയപ്പെട്ട് നിൽക്കുന്ന ചില നിമിഷങ്ങൾ നമുക്കുണ്ട്. ഇതിനൊന്നും അർഹതയില്ലാഞ്ഞിട്ടും ദൈവം വീണ്ടും നമ്മെ സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന, നമ്മെ കരുതുകയും ചെയ്യുന്ന ഒരു വലിയ അനുഭവങ്ങൾ ചിലപ്പോഴെങ്കിലും നമുക്ക് അത്ഭുതവും അതിശയവും ഉണ്ടാക്കാറുണ്ട്. വൈദ്യശാസ്ത്രം കൽപ്പിച്ച സാധ്യതകൾക്കപ്പുറമായി നിന്റെ ശരീരത്തിൽ ചില കൃപകൾ ലഭിക്കുമ്പോൾ, എല്ലാം തീർന്നു ഇനി രക്ഷയില്ല എന്ന് സമൂഹം മുദ്ര കുത്തുന്നിടത്തേക്ക് ദൈവത്തിന്റെ പുതുവഴി വന്നു ചേരുമ്പോഴൊക്കെ ഞാനും നിങ്ങളുമൊക്കെ അതിശയിച്ചു നിൽക്കുന്നത് ഇത് ദൈവത്താൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ തലത്തിലാണ്. യോന നിനുവയുടെ കരയിൽ, മത്സ്യം നിനുവയുടെ കരയിൽ യോനയെ ഛർദ്ദിക്കുമ്പോൾ യോനയ്ക്കുണ്ടാകുന്ന ഒരു അങ്കലാപ്പും അത്ഭുതവും ഇതാണ്: ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നാണ്. ജീവിതത്തിൽ ഈ അനുഭവത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ വരും. യോന പിന്നെ നോക്കുന്നത് നിനുവ 3 ദിവസം വഴിയുള്ള മഹാപട്ടണമായിരുന്നു. യോന നിനുവയിലേക്ക് നോക്കിയപ്പോ എന്തുവാ? നിനുവയിലേക്ക് നോക്കിയപ്പോ എന്തോ കണ്ടേ? നഹൂം പ്രവചനം 3-ാം അധ്യായം 1 മുതലുള്ള ഭാഗത്ത് നിനുവ പട്ടണത്തിലെ നിനുവക്കാരുടെ അധർമ്മത്തെക്കുറിച്ച്, അവരുടെ അധാർമിക ജീവിതത്തെക്കുറിച്ച് വരച്ചു കാട്ടുന്നുണ്ട്. നഹൂം പ്രവചനം 3-ാം അധ്യായം 1 മുതൽ. രക്തപാതകങ്ങളുടെ പട്ടണമായ അയ്യോ കഷ്ടം, അത് മുഴുവൻ വ്യാജവും അപഹാരവും നിറഞ്ഞിരിക്കുന്നു. കവർച്ച വിട്ടുപോകുന്നില്ല. ചമ്മട്ടിയുടെ ഒച്ച, ചക്രങ്ങൾ കിരുകിരിക്കുന്ന ശബ്ദം, പായുന്ന കുതിരകൾ, ഓടുന്ന രഥങ്ങൾ, കുതിര കയറുന്ന കുതിരച്ചവകർ, ജ്വലിക്കുന്ന വാൾ, മിന്നുന്ന കുന്തം, അനേകം നിഹതന്മാർ, അനവധി ശവങ്ങൾ, പിണങ്ങൾക്ക് കണക്കില്ല. അവർ പിണങ്ങൾ തടഞ്ഞു വീഴുന്നു. പരസംഗം കൊണ്ട് ജാതികളെയും ക്ഷുദ്രപ്രയോഗം കൊണ്ട് വംശങ്ങളെയും വിൽക്കുന്നവളായി, ക്ഷുദ്ര നൈപുണ്യവും സൗന്ദര്യമുള്ള വേശ്യയുടെ പരസംഗ ബഹുത്വം നിമിത്തം തന്നെ ഇങ്ങനെ സംഭവിച്ചതെന്ന് ഈ നിനുവ പട്ടണക്കാരുടെ ദുഷ്ടതയും അധാർമിക ജീവിതത്തെ നഹൂം പ്രവചകൻ വരച്ചു കാട്ടുന്നുണ്ട്. യോന നോക്കിയപ്പോൾ ദൈവത്തെ അറിയാതിരിക്കുന്ന ഒരു സമൂഹം, ഞാൻ പറഞ്ഞല്ലോ, വംശവിദ്വേഷത്തിൽ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ യോനയെ പോലെയുള്ള പ്രവാചകൻ ചെന്ന് 40 ദിവസം നിങ്ങൾ ഉന്മൂലനാശം വരുത്തുമെന്ന് അവരോട് പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രാണഹാനിയെക്കുറിച്ച് ഞാൻ മുന്നമേ ഓർമ്മപ്പെടുത്തി. യോന നിനുവയിലേക്ക് നോക്കി. പക്ഷേ ദൈവകൃപയിൽ പരിപാലിക്കപ്പെട്ട യോന ആദ്യം ചെയ്തത് നിനുവയിലേക്ക് നോക്കി പറഞ്ഞു, നിനുവ 40 ദിവസത്തിനകം ഇല്ലാതാകും. നിങ്ങൾ മനം തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് വന്നില്ലെങ്കിൽ തമ്പുരാൻ ഇങ്ങനെ അരുളി ചെയ്യുന്നു എന്ന് ധൈര്യത്തോടെ പറഞ്ഞു. ജീവിതത്തിലെ പ്രതിസന്ധികൾ നമുക്ക് തരുന്ന ഏറ്റവും വലിയ കൃപയെന്ന് പറയുന്നത് ദൈവത്തിന്റെ വഴികളിൽ ചരിക്കുവാനുള്ള ധൈര്യമാണ്. ദൈവത്തിന്റെ വഴികളിൽ ചരിക്കുവാനുള്ള ധൈര്യമാണ്. ദൈവത്തിൽ നിന്നും ഓടിയൊളിച്ച് പ്രാണഹാനി ഭയന്ന് യോന മാറിപ്പോകുമ്പോൾ ദൈവം നടത്തിയ അത്ഭുത വഴികളിലൂടെ കടന്നു വരുന്ന യോനയ്ക്ക് പിന്നെ കിട്ടുന്നത് ഈ അനുഭവങ്ങളുടെ തിരിച്ചൂളയിൽ തനിക്ക് കിട്ടുന്ന ധൈര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പൗരസ്ത്യ സഭ പ്രോസ്പെരിറ്റി ഗോസ്പലിന് പ്രാധാന്യം കൊടുക്കുന്നില്ല.
സമ്പൽ സമൃദ്ധിയുടെ സുവിശേഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. കാര്യസാധ്യ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്തിനാ പ്രാധാന്യം? കുഞ്ഞിന് ജീവിതത്തിൽ വേദനയുണ്ട്, പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്, രോഗമുണ്ട്, ക്ലേശമുണ്ട്. പക്ഷെ ഇതിന് നടുവിൽ നിനക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. കുഞ്ഞേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. നിങ്ങളുടെ കഷ്ടതകളെ കൂടെ നിൽക്കുന്നവര് മറ്റാരുമല്ല, കഷ്ടതയേറ്റ ഞാൻ തന്നെയാണ് എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് കഷ്ടതയുടെ അനുഭവങ്ങളിൽ നാം നേടുന്ന ചില ധൈര്യമുണ്ട്. ജീവിത അനുഭവങ്ങളിലൂടെ മാതാപിതാക്കൾ പറയും, കുഞ്ഞെ എത്ര ജീവിതം കണ്ടതാണ്. ഇന്നത്തെ തലമുറ ടച്ച് മീ നോട്ട് എന്ന് പറയും. തൊട്ടാവാടികളെ പോലെയാണ്. ജീവിതത്തിന്റെ ചെറിയ അനുഭവങ്ങളെ പോലും ഫേസ് ചെയ്യുവാൻ കഴിയാതെ വിറങ്ങലിച്ചു നിൽക്കുന്നവരാണ്. വിദ്യാഭ്യാസ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഈ നൈമിഷികമായ ആഗ്രഹത്തെയും ഈ തൊട്ടാവാടി സംസ്കാരവും വളർന്നു വരുന്നു എന്നുള്ളതാണ്. എന്തിനും ഏതിനും കരുതുന്ന അപ്പനും അമ്മയും കരുതുന്ന സാഹചര്യങ്ങളും വളർന്നു വരുമ്പോൾ ജീവിതത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ പുതിയ തലമുറയ്ക്ക് കഴിയാതെ വരുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചു കൊച്ചു അസൗകര്യങ്ങൾ അവരെ അലോസരപ്പെടുത്തുന്നു. ചെല്ലുന്ന സ്ഥലത്ത് കിടക്കുവാൻ കട്ടിലില്ല, പാവിരിച്ച് നിലത്ത് കിടക്കണമെന്ന് പറയുന്ന പുതിയ തലമുറയ്ക്ക് അത് സൗകര്യങ്ങളില്ലാത്ത സ്ഥലമായി മാറുന്നു. ഗൾഫ് മേഖലയിൽ ചെല്ലുമ്പോൾ അവരവർ തന്നെ പാകം ചെയ്ത് കഴിക്കേണ്ട ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ എല്ലാത്തിനും ഏതിനും മാതാപിതാക്കളും കരുതുന്നവരുമുള്ളവർ അവിടെ ചെന്ന് എന്തു ചെയ്യണമെന്നറിയാതെ തിരികെ വരുന്നു. താൻ ആഗ്രഹിക്കുന്ന തരത്തിലും തലത്തിലുമുള്ള ജീവിത ക്രമങ്ങളും ജീവിത പങ്കാളിയും ജീവിത അനുഭവവും ലഭിച്ചില്ലെങ്കിൽ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ട തുരുത്തുകൾ പോലെ നമ്മുടെ യുവതലമുറ പിന്മാറുന്നു. ഇതിനൊക്കെ പിന്നിൽ സഹനങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരു തലമുറയിൽ നിന്ന് മാറി സുഖങ്ങളുടെ അനുഭവങ്ങളിൽ മാത്രം വളരുന്ന ഒരു തലത്തിലേക്ക് പുതിയ തലമുറ കടന്നു വരുന്നു. പ്രാർത്ഥിക്കാൻ, നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പുതിയ തലമുറയ്ക്ക് വയ്യ. മുട്ടുകുത്തി കുമ്പിടാൻ പുതിയ തലമുറയ്ക്ക് വയ്യ. കാരണം മുട്ടും വേദനിക്കും, കൈത്തണ്ടയും വേദനിക്കും. പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ പോലും സൗകര്യപ്രദമായ ഇരിപ്പിടങ്ങൾ ഉണ്ടെങ്കിൽ അത് മതി എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് മാറുകയാണ്. ഞാൻ പറഞ്ഞത് ജീവിതത്തിന്റെ സഹനങ്ങളിലൂടെയും ദൈവം നടത്തിയ വഴികളിലൂടെയും ധൈര്യത്തോടെ ദൈവകൃപയിൽ ബലപ്പെട്ടുകൊണ്ട് ദൈവം പറഞ്ഞ പ്രവചനം പറയുവാൻ യോനയ്ക്ക് പ്രേരണ നൽകിയത് ഈ സഹനങ്ങളിലൂടെ കടന്നു വന്നത് കൊണ്ട് തന്നെയായി. കടലിലേക്ക് താഴ്ന്നു പോയപ്പോഴും മത്സ്യത്തിന്റെ വയറ്റിൽ പ്രയാസപ്പെട്ട് അസ്വസ്ഥപ്പെട്ടപ്പോഴുമൊക്കെയും ദൈവകൃപയിൽ ബലപ്പെട്ടുകൊണ്ട് അതിനെ അതിജീവിച്ചു വന്ന യോനയ്ക്ക് കിട്ടിയ ആത്മീയ ധൈര്യം ഈ നോയമ്പിൽ നാമും നേടിയെടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞെ, സഹനം നിനക്ക് കൂടുതൽ കരുത്ത് നൽകും. നിന്റെ ജീവിതത്തിന് കഷ്ടത നിനക്ക് കൂടുതൽ കരുത്ത് നൽകും. നിന്നെ മനസ്സിലാക്കാത്ത ഭർത്താവോ, നിന്നെ മനസ്സിലാക്കാത്ത ഭാര്യയോ, അനുസരിക്കാത്ത മക്കളോ, അവരെ അനുസരിപ്പിക്കുവാൻ നാം പരിശ്രമിക്കുമ്പോഴും എന്തു പറഞ്ഞാലും കേൾക്കാത്ത ചില അനുഭവങ്ങളുള്ള, ആര് പറഞ്ഞാലും അനുസരിക്കാത്ത അനുഭവങ്ങളിൽ സങ്കടപ്പെടുന്ന ജീവിത അനുഭവങ്ങളിലുമൊക്കെയും ഈ സഹനം നിനക്ക് കൂടുതൽ കരുത്ത് നൽകുന്നുണ്ട്. തമ്പുരാൻ പറയുന്നു, കുഞ്ഞെ, നീ അധികം ഫലം കായ്ക്കേണ്ടതിന് നിന്നെ ഇപ്പോൾ ചെത്തിവെടിപ്പാക്കുകയാണ്. ചില സങ്കടങ്ങൾ നമുക്ക് ചെത്തിവെടിപ്പാക്കലാണ്. ചെത്തിവെടിപ്പാക്കാത്തോടത്തോളം കാലം പുതിയ മുകളങ്ങളും നല്ല ഫലങ്ങളും നമ്മിൽ ഉണ്ടാവുകയില്ല. ഈ നോയമ്പും പ്രാർത്ഥനകളും ഈ ജീവിതത്തിലെ ചില സങ്കടങ്ങളും ഒക്കെ ചില ചെത്തിവെടിപ്പാക്കൽ പ്രക്രിയയായി നാം കാണാത്തിടത്തോളം ഇതിനെ അതിജീവിച്ച് ദൈവകൃപയിൽ ബലപ്പെടുവാൻ നമുക്ക് കഴിയാതെ വരും. കുഞ്ഞെ, ജീവിതത്തിലെ സഹനം നിനക്ക് കുറച്ചുകൂടെ മനസ്സലിവ് നൽകും. വെറും പച്ച മനുഷ്യനാണെന്ന് ഓർമ്മപ്പെടുത്തലുണ്ടാകും. ദൈവത്തിന്റെ പ്രവാചകനെന്ന് വിചാരിച്ച് യോന അഹങ്കരിച്ചപ്പോൾ താൻ ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ ചില ജീവിത നിമിഷങ്ങളിൽ
ഏത് മനുഷ്യനും ഉറച്ചെന്നാൽ ഒരു ശ്വാസം അത്രയാകുന്നു എന്ന് തിരുവചനത്തെ നാം വായിക്കുമ്പോൾ നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ എത്രമാത്രം അഹങ്കാരം നമുക്ക് ഏതാണ്ടൊക്കെ നമുക്കുണ്ട് എന്ന് നമ്മൾ ഭാവിച്ച് ജീവിക്കുകയാണ്. ചിലരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എത്രമാത്രം ധാർഷ്ട്യമാണ്. ചിലരോട് ഇടപെടുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? ജീവിതത്തിൽ വെറും പച്ച മനുഷ്യരാണ് നമ്മളെന്ന് ഓർമ്മപ്പെടുത്തലുണ്ടാകും. മാരകമായ രോഗങ്ങൾ ബാധിച്ച് RCC പോലെയുള്ള സെന്ററുകളിലും പാലിയേറ്റീവ് കെയർ സെന്ററുകളിലും ഒക്കെ വല്ലപ്പോഴും ഒക്കെ നമ്മളൊന്ന് പോകണം. അപ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ്. ഒരു ഞരമ്പ് ഡിസ്ലൊക്കേറ്റ് ചെയ്താൽ മതി, എല്ലാം തകർന്ന് തരിപ്പണമാകും. ഈ ബുദ്ധിയും യുക്തിയും ചിന്താശേഷിയും മുഴുവൻ തകർന്നു പോകും എന്നുള്ളത് നാം തിരിച്ചറിയുന്ന ചില നിമിഷങ്ങളുണ്ട്. എല്ലാ ധനവും പണവും സാഹചര്യവും ഉണ്ടായിട്ടും ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിസ്സഹായതയോടിരിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് അവിടെ കാണാം. ഒന്നുമില്ലാതിരുന്നിട്ടും എൻ്റെ തമ്പുരാൻ എനിക്ക് ബലം നൽകുമെന്ന് പ്രത്യാശയോടിരിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് അവിടുന്ന് കണ്ടെത്താം. ജീവിതത്തിന്റെ ചില സങ്കടങ്ങൾ നമുക്ക് നമ്മളൊന്ന് വെറും മനുഷ്യരാണെന്നൊരു ഓർമ്മപ്പെടുത്തൽ, വെറും പച്ച മനുഷ്യരാണ്. അതോടൊപ്പം ഒരു സഹജ മനോഭാവവും ഒരു സഹാനുഭൂതിയും നമുക്കുണ്ടാകും. ഒരിക്കൽ കഷ്ടത അനുഭവിച്ചവന് കഷ്ടത അനുഭവിക്കുന്നവരോട് തോന്നുന്ന ഒരു മനസ്സലിവും മനസാക്ഷിയുമുണ്ട്. അത് ജീവിതത്തിൽ ചില സങ്കടങ്ങളിലൂടെ പോയിട്ടുള്ളവർക്ക് മറ്റുള്ളവന്റെ സങ്കടം കണ്ടില്ലെന്ന് നടിച്ചു പോകുവാൻ ഒരിക്കലും പറ്റത്തില്ല. സഹനം, ഒരുവന്റെ ജീവിതത്തിന്റെ സഹനങ്ങളിൽ അവന് കിട്ടുന്ന ഏറ്റവും വലിയ ഉറപ്പ് മറ്റൊന്നുമല്ല. യോനയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഉറപ്പ് മറ്റൊന്നുമല്ല. ഒരുവന്റെ സഹന വഴികളിൽ അവന്റെ ഏറ്റവും വലിയ കരുത്ത് ദൈവം തന്നെയാണ്. നീ 3 പേരായ അഗ്നിച്ചൂളയിലേക്ക് എറിയപ്പെടുമ്പോൾ 4-മനായി നിന്നോടൊപ്പം നടക്കുന്നവനാണ് നിന്റെ ദൈവം. നീ വഴിയറിയാതെ നടക്കുമ്പോൾ നിന്നോട് ചേർന്ന് നിനക്ക് വഴി പറഞ്ഞു തരികയും നിന്നോടൊപ്പം വന്ന് അത്താഴത്തിന് നിന്നെ കണ്ണു തുറക്കുകയും ചെയ്യുന്നവനാണ് നിന്റെ ദൈവം. ഇനിയും എൻ്റെ ദൈവമേ, ഞാൻ കഷ്ടപ്പെടുമ്പോൾ എനിക്ക് ആരുമില്ലല്ലോ എന്ന് നീ ഏകാന്തതയുടെ അനുഭവങ്ങളിൽ സങ്കടപ്പെടുന്നവരാണെങ്കിൽ അവിടെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ ഉറപ്പ്. ജീവിതത്തിൽ യോനയ്ക്ക് കിട്ടിയ ധൈര്യവും ഇത് തന്നെയായിരുന്നു. യോന നിനുവയിലേക്ക് നോക്കി. യോന ഏറ്റവും അവസാനം യോനായുടെ നോട്ടത്തിലേക്ക് നാം കടന്നു വരുന്നു. ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, തിങ്കളാഴ്ച പ്രഭാതത്തിന്റെ കോലോയിൽ പിതാക്കന്മാർ എങ്ങനെ എഴുതി വെച്ചു, യോന കുടിലിരുന്നു കൊണ്ട് നിനുവയിലേക്ക് നോക്കി. യോന 3 ദിവസം ദൈർഘ്യമുള്ള അതിബൃഹത്തായ ഈ നിനുവ പട്ടണത്തിലൂടെ സഞ്ചരിച്ച് ദൈവത്തിന്റെ പ്രവചനം അതിധൈര്യത്തോടെ പ്രസംഗിച്ചു. 40 ദിവസത്തിനകം നിനുവ ഉന്മൂലനാശം വരുത്തും. അതിനുശേഷം യോന നിനുവ പട്ടണത്തിന്റെ പുറത്തേക്ക് ചെന്ന് നിനുവയിലേക്ക് യോന നോക്കിക്കൊണ്ടിരുന്നു. എന്തിനായിരുന്നു യോന നിനുവയിലേക്ക് നോക്കിയത്? എന്തിനാ നോക്കിയത്? എന്തിനാ നോക്കിയത്? എന്തിനാ നോക്കിയത്? ഒരു പ്രവാചകന്റെ ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നത് പറയുന്ന പ്രവചനം നിറവേറുക എന്നുള്ളതാണ്. പറയുന്ന പ്രവചനം നിറവേറാത്ത പ്രവാചകന്മാരൊക്കെ കള്ളപ്രവാചകന്മാരായിട്ടാണ് ആ കാലത്ത് ധരിച്ചിരുന്നത്. അത് ദൈവത്തിന്റെ അരുളപ്പാടല്ലെന്നും അത് കള്ളപ്രവചനമാണെന്നുമാണ് അന്ന് ധരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ യോന പ്രവാചകൻ 40 ദിവസത്തിനകം നിനുവ നാശത്തിലേക്ക് വരുമെന്ന പ്രവചനം നടന്നില്ലെങ്കിൽ യോന പറഞ്ഞ പ്രവചനം കള്ളത്തരമായിട്ട് വരും. യോന കള്ളപ്രവാചകനായിട്ട് വരും. അതുകൊണ്ട് തന്നെ യോന താൻ പറഞ്ഞ പ്രവചനം ഈ 40 ദിവസത്തിനകം നിറവേറുവോ എന്ന് നോക്കിക്കൊണ്ട് യോന ഇരുന്നു. യോന നോക്കിയത് എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? നിനുവയുടെ നാശം കാണാൻ ദൈവം കൊടുത്ത ആവണക്കിന്റെ തണലിലിരുന്നു കൊണ്ട് യോന നിനുവയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്തിനാ നോക്കിയത്? ദൈവം എത്രയോ കൃപയുടെ വഴികളിലൂടെ
മഹാമത്സ്യത്തിന്റെ വലിയ സംരക്ഷണയിലൂടെ നിനിവയിലേക്ക് കൊണ്ടെത്തിച്ച യോനയ്ക്കുണ്ടായ മാറ്റം കണ്ടോ? യോന പറഞ്ഞ വാക്ക് അതുപോലെ നിറവേറുവോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഈ പട്ടണം നശിക്കുമോ, ദൈവം നശിപ്പിക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. യോനയുടെ നോട്ടം നിർദ്ദിഷ്ട ലക്ഷ്യത്തോടെയുള്ളൊരു നോട്ടമാണ്. എന്തിനാണ്? നമ്മൾ മിക്കവാറും നൊയമ്പെടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ചിലപ്പോഴെങ്കിലും യോനയുടെ തലത്തിലേക്ക് മാറാറുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കും. നമ്മളൊക്കെ പറയച്ച പ്രതികാരം ആർക്കുള്ളതാ? പ്രതികാരം ആർക്കുള്ളതാ? ആർക്കുള്ളതാ? ആർക്കുള്ളതാണ്? യഹോവയ്ക്കുള്ളതാ. എന്നാലും എൻ്റെ അച്ഛ, അന്നവൾ എന്നോട് ചെയ്തതിൻ്റെ പ്രതിഫലം തമ്പുരാനായിട്ട് അവക്ക് കൊടുത്തു, അവിടെ മക്കൾക്ക് കൊടുത്തു. കണ്ടോ? ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നമുക്ക് ചിലരെയെങ്കിലും വകവരുത്താനും പണി കൊടുക്കാനും പാഠം പഠിപ്പിക്കുവാനുമുള്ള ചില അവസരങ്ങളായി നോമ്പും പ്രാർത്ഥനയും തരം താഴുന്നുണ്ടോ എന്നുള്ളത് യോനയുടെ നോട്ടം നമ്മെ ഓർമ്മപ്പെടുത്തും. യോന തൻ്റെ തലയ്ക്കുമീതെ തമ്പുരാൻ കൊടുത്ത ആവണക്കിന്റെ തണലിലിരുന്നു കൊണ്ട് ഒരു കുടിൽ കെട്ടി ദൈവ സംരക്ഷണയുടെ തണലിൽ കിഴുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കരുണയുടെ തണലായ നിനുവാക്കാര് നശിക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇനി ഒരു ചോദ്യം അച്ഛൻ ചോദിക്കും. ക്രിസ്ത്യാനിക്ക് ശത്രുക്കളുണ്ടോ? ശത്രുക്കളുണ്ടോ? ഉണ്ടോ? ശത്രുക്കളുണ്ടോ? 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 ഉണ്ടോ? ശത്രുക്കളുണ്ടോ? ഒന്നും പറഞ്ഞില്ല. ഉണ്ടോ? ചിലരെങ്കിലും പറയും ശത്രുക്കളുണ്ട്. ഞാൻ പറയും ശത്രുക്കളുള്ള ക്രിസ്ത്യാനിയല്ല. നീ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണെങ്കിൽ നിനക്ക് ശത്രുക്കളുമില്ല, ശത്രുത്വവുമില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് ശത്രുതയില്ല. ഒരാളും നശിക്കുവാനും ഒരാളെ പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി ആരും നോയമ്പ് നോക്കത്തില്ല. ശത്രുസംഹാര പ്രാർത്ഥനയും കാര്യസാധ്യ പ്രാർത്ഥനയും നോയമ്പുമൊന്നും സഭയിലില്ല. എല്ലാം തമ്പുരാനെന്നും കൃപയും കരുണയും ക്ഷമയും പ്രാപിക്കുവാനുള്ള അവസരം മാത്രമാണ്. അതുകൊണ്ട് തന്നെ യോന ജനം നശിക്കുന്നുണ്ടോ, നിനുവ നശിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു കൊണ്ട് യോനയുടെ നോട്ടം പോലെ യോനയുടെ നോട്ടത്തിൽ നിന്നും നമ്മുടെ നോട്ടത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ ദൈവത്തെങ്കിലേക്ക് നോക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥനയിൽ എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ചിലപ്പോഴെങ്കിലും ചിലരോടെങ്കിലും എനിക്ക് ദേഷ്യവും പിണക്കവും, അതെൻ്റെ അമ്മയോടാകാം, എൻ്റെ അപ്പനോടാകാം, എൻ്റെ അമ്മാവി അമ്മയോടാകാം, എൻ്റെ മരുമകളോടാകാം, എന്നെ കൈക്കൊള്ളാതിരുന്ന ജീവിതാനുഭവത്തോടാകാം, എന്നെ ക്ഷണിക്കാതിരുന്നവരോടാകാം, എന്നെ വിലമതിക്കാതിരുന്നവരോടാകാം. ഇങ്ങനെ നമ്മളൊക്കെ പലപ്പോഴെങ്കിലും യോന നോക്കുന്നത് പോലെ നോക്കിയിട്ടില്ലേ? യോനയുടെ നോട്ടത്തിലേക്ക് യാഫോവ് എന്ന തുറമുഖത്തും കപ്പലിൽ കയറി തനിക്ക് സ്വസ്ഥമായ ഒരു സ്ഥലം അന്വേഷിക്കുന്ന യോനയും, കപ്പലിന് മുകൾ തട്ടിലേക്ക് വന്ന് സമൂഹത്തിന്റെ വ്യഥ കണ്ടുകൊണ്ട് തന്നെ കടലിലേക്ക് എറിയുവാൻ സന്നദ്ധനാകുന്ന യോനയും, കപ്പലിൽ നിന്നും കടലിലേക്ക് താഴോട്ട് പോകുന്ന യോന, എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന യോനയുടെ നോട്ടവും, വീണ്ടും മത്സ്യത്തിന്റെ വയറ്റിൽ ഇനിയും ഒരു രക്ഷയില്ല എന്ന് കരുതി എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ തമ്പുരാനിലേക്ക് അയ്യം വിളിക്കുന്ന യോനയുടെ നോട്ടവും, കരയിൽ നിനിവയുടെ കരയിൽ ഛർദ്ദിക്കുമ്പോൾ അത്ഭുതത്തോടെയുള്ള നോട്ടവും, വീണ്ടും നിനിവയിലേക്കെത്തി ധൈര്യത്തോടെ നിനിവയിലേക്ക് ദൈവത്തിന്റെ അരുളപ്പാട് പ്രസംഗിക്കുന്ന യോനയുടെ ധൈര്യത്തോടെയുള്ള നോട്ടവും, വീണ്ടും പുറത്ത് നിനിവയുടെ പുറത്ത് താൻ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി നടക്കുമോ, തമ്പുരാൻ അത് നടത്തുമോ എന്ന്
നിർദ്ദിഷ്ട ലക്ഷ്യത്തോടെ ജനത്തിന്റെ നാശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന യോനയുടെ നോട്ടവും ഈ നോയമ്പിൽ നമ്മുടെ പ്രാർത്ഥനാ നോട്ടത്തിലേക്ക് ശ്രദ്ധിക്കാം. രണ്ടാമത് നിനിവയുടെ നോട്ടമാണ്. നിനിവ നോക്കിയത് എങ്ങോട്ടാണ്? യോന ദൈവത്തിന്റെ വലിയ തണലിലിരുന്നു കൊണ്ട് നിനിവയുടെ നാശത്തിന് വേണ്ടി നോക്കിയപ്പോൾ നിനിവ നഗരം ദൈവത്തിന്റെ കരുണകൾക്കു വേണ്ടി ദൈവത്തിങ്കിലേക്ക് നോക്കി. മറക്കരുത്, ഒരു വിജാതീയ പട്ടണമാണ്. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞത്, നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ സോരിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ടുപണ്ട് രട്ടിലും വെണ്ണീരിലും ഇരുന്ന് അനുതപിക്കുമായിരുന്നു. ജീവിതത്തിൽ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമ്മിൽ നടക്കുന്ന ഓരോ അനുഭവങ്ങളും എത്രമാത്രം ചലനങ്ങൾ ഉണ്ട് എന്ന് ചിന്തിക്കണം. ഇന്ന് അനേകം മക്കൾ ദൈവമേ എന്ന് നിലവിളിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ കേവലം വിജാതീയർക്കുള്ള വിശ്വാസം പോലും നമുക്കില്ലാതെ വരുന്ന ഒരു അനുഭവം ചിലപ്പോഴെങ്കിലും നമ്മെ പ്രയാസപ്പെടുത്താറുണ്ട്. നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ കുരിശുമൂടുകളിലുമൊക്കെയും നമുക്കുള്ള ഭക്തിയും നമുക്കുള്ള ആദരവും മറ്റുള്ളവർ ദൈവമേ എന്ന് ചങ്കു പൊടിഞ്ഞുകൊണ്ട് കടന്നു വരുന്ന അവരുടെ പ്രാർത്ഥനയും ചിലപ്പോഴെങ്കിലും നമ്മെ ചിന്തിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിനിവ ദൈവത്തിങ്കലേക്ക് നോക്കി. യോന ഒന്നേ പറഞ്ഞുള്ളൂ, 40 ദിവസത്തിനകം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ 40 ദിവസത്തിനകം നിനിവ തകർന്ന് നാമാവശേഷമാകും. ഒന്നേ പറഞ്ഞുള്ളൂ. എത്ര പ്രസംഗം, എത്ര ധ്യാനം. ഇതാ ഇവിടെ യോനയിലും വലിയവനെന്ന് യേശുദമ്പുരാൻ പറഞ്ഞു, എന്നിട്ടും വിശ്വസിക്കുന്നില്ല. എത്ര പ്രസംഗം, എത്ര ധ്യാനം, എത്ര ദൈവവചന കേൾവി, എത്ര ദൈവവചന വായന, പ്രാർത്ഥന, എന്നിട്ടും നമുക്ക് എത്രമാത്രം ചലനങ്ങളുണ്ട്, നമുക്ക് എത്രമാത്രം മാറ്റമുണ്ട്. നിനിവ ദൈവത്തിങ്കിലേക്ക് നോക്കി. പക്ഷേ നിനിവ ദൈവത്തിങ്കിലേക്ക് നോക്കിയപ്പോൾ അന്ന് നിനിവയിലുണ്ടായിരുന്ന ചില സാഹചര്യത്തെ കൂടി ചുരുക്കമായി ഞാൻ ഓർമ്മപ്പെടുത്താം. പ്രബലമായ അസീറിയയുടെ തലസ്ഥാനമായിരുന്നു നിനിവ നഗരം. 100 അടി നീളവും 50 അടി വീതിയുമുള്ള 5 രഥങ്ങൾ ഒരേ സമയത്ത് ഓടിക്കുവാൻ തക്കവണ്ണമുള്ള അതിബൃഹത്തായ ബലവത്തായ കോട്ട നിനിവ പട്ടണത്തിലുണ്ടായിരുന്നു. 50 അടി വീതിയും 100 അടി നീളവും ഒരേ സമയം 5 രഥങ്ങൾ ഓടിക്കുവാൻ തക്കവണ്ണമുള്ള ബൃഹത്തായ കോട്ട ഈ പ്രബല രാഷ്ട്രമായ അസീറിയയുടെ തലസ്ഥാനമായ നിനിവയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിനിവക്കാരെ ഭരിച്ചിരുന്ന ഏറ്റവും വലിയ അഹങ്കാരം, ഒരാൾ പോലും ഞങ്ങളെ തൊടത്തില്ലെന്നുള്ളതായിരുന്നു. ഒരാൾ പോലും ഞങ്ങളെ ആക്രമിക്കത്തില്ല എന്ന് ഒരു വലിയ അഹങ്കാരം അവരെ ഭരിച്ചു. അതുകൊണ്ട് തന്നെ നഹൂം പ്രവചനത്തിൽ പറഞ്ഞതുപോലെ ജനം ദൈവത്തെ മറന്ന്, ദൈവാനുഭവങ്ങളെ മറന്ന്, പരസ്പരമുള്ള സാമൂഹിക മൂല്യവും മര്യാദകളും മറന്ന് അവർ ജീവിച്ചു. എന്നാൽ നിനിവ ഒരു മഹാനഗരമായിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 11-ഉം 12-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇത് 3 ദിവസം വഴിയുള്ള അതിബൃഹത്തായ പട്ടണമായിരുന്നു, വലിയൊരു പട്ടണമായിരുന്നു. അവിടെ മരുഭൂമിയെ കൂടെ സഞ്ചരിച്ചാൽ 2 ആഴ്ച കൊണ്ട് ഈ പട്ടണത്തിൽ എത്തുകയുള്ളൂ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ നിനിവയിലേക്ക് ജലസ്രോതസ് എത്തിക്കുന്നത് നഹൂം പ്രവചനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള ഭാഗത്ത് നാം ആ ഭാഗം വായിക്കുന്നുണ്ട്. അത് ഗോമൽ നദിയിലൂടെ 48 കിലോമീറ്റർ നീളത്തിൽ കസർ നദിയിൽ ഒരു ഡാം കെട്ടി അതിലൂടെയായിരുന്നു നിനിവയിലേക്കുള്ള ജലസ്രോതസ് എത്തിയിരുന്നത്. നഹൂം പ്രവചനം അതിന്റെ 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള ഭാഗത്ത് ചീർപ്പുപലകൾ തകർന്നു പോകുന്നു എന്നൊക്കെയുള്ള പറയുമ്പോൾ അന്ന് നിനിവയിലുണ്ടായ അവർ അഹങ്കരിച്ച് തങ്ങളെ ആരും തൊടില്ല എന്ന് കരുതിയപ്പോൾ ആ സമയത്ത്
ബാബിലോണിയരും മേദ്യരും ഹിത്യരും ഏർപ്പെടുത്തിയൊരു ഉപരോധമുണ്ടായി. എന്ത് ചെയ്തെന്നറിയാമോ? നിനിവയ്ക്ക് അവർ ഉപരോധം ഏർപ്പെടുത്തി. എന്നിട്ട് അവരുടെ ജലസ്രോതസ് തടഞ്ഞു വെച്ചു. എന്തു ചെയ്യും? ജലസ്രോതസ് തടഞ്ഞു വെച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും? അവർ തകർന്നു പോയി. ഇങ്ങനെ ബാബിലോണിയരും മേദ്യരും സ്കിത്യരും ഏർപ്പെടുത്തിയ ഈ വലിയ ഉപരോധം അവരെ തകർത്ത് കളഞ്ഞു. അവരുടെ ജലസ്രോതസ്സുകൾ തകർത്ത് കളഞ്ഞു. അവരുടെ പ്രതീക്ഷകൾക്ക് തകർത്ത് കളഞ്ഞു. ആരും തങ്ങളെ ഒന്നും ചെയ്യില്ല എന്നുള്ള അവരുടെ അഹങ്കാരം അതോടുകൂടി തകർന്ന് ഇല്ലാതായിപ്പോയി. ഇത് ഈ അനുഭവത്തിലാണ് യോന പ്രവാചകൻ പറഞ്ഞു, 40 ദിവസത്തിനകം എല്ലാം തീരുന്നില്ല. വീണ്ടും അവിടെ നിനിവയിൽ BC 765 BC 769 69 2 പകർച്ചവ്യാധികളുണ്ടായി. അനേകം ജനങ്ങൾ, അല്പം മുമ്പ് വായിച്ചു കേട്ടല്ലോ, പിണങ്ങൾ തട്ടി വീഴുന്നു, അവിടെ ശവങ്ങൾ നിരന്നു കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പകർച്ചവ്യാധികൾ അനേകം ജനങ്ങൾ പട്ടുപോയി. ഈ സമയത്താണ് യോന 40 ദിവസത്തിനകം നിനിവ തീരുമെന്ന് പറഞ്ഞത്. യോന വന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നിനിവ വിശ്വസിച്ചതെന്നറിയാമോ? ഒന്ന്, നിലനിന്നിരുന്ന രാഷ്ട്രീയ സാഹചര്യവും നിലനിന്നിരുന്ന ആ സ്ഥലത്തെ ആ സമയത്തെ അവരുടെ സുരക്ഷിതത്വമില്ലായ്മയും അതോടൊപ്പം തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്ന യോനയ്ക്ക് സ്വാഭാവികമായും രൂപവ്യത്യാസമുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, തിമിംഗലം അതിശീഘ്രം യോനയെയും കൊണ്ട് കടലിലൂടെ പോയി. ഈ സമയത്ത് ഈ തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്നിരുന്ന ഈ യോനയുടെ രൂപം സ്വാഭാവികമായി മാറും. യോനയുടെ രൂപം മാറി. ഇങ്ങനെ ഒരു തിമിംഗലത്തിന്റെ വയറ്റിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ സുരക്ഷിതനായി കരയിലിറങ്ങി പ്രവചനം പറയുമ്പോൾ അത് ദൈവത്തിന്റെ അരുളപ്പാടെന്ന് അന്ന് നിലനിന്ന സാഹചര്യങ്ങളോട് ചേർന്ന് നിനിവക്കാർ വളരെ പെട്ടെന്ന് വിശ്വസിച്ചു. തീരുന്നില്ല. കപ്പൽ ഛേദത്തിലകപ്പെട്ട കപ്പൽ യാത്രക്കാർ നിനിവയിലെത്തുകയും തങ്ങൾ കപ്പൽ ഛേദത്തിലകപ്പെടുകയും യോനയെടുത്ത് കടലിലിട്ടപ്പോൾ ഈ കപ്പൽ ഛേദം ഇല്ലാതാവുകയും ചെയ്തു എന്നുള്ളത് നിനിവയുടെ നോട്ടം. നിലവിലിരുന്ന രാഷ്ട്രീയ സാഹചര്യവും സുരക്ഷിതത്വമില്ലായ്മയും അതോടൊപ്പം ഏതു നിമിഷവും തകർന്ന് തരിപ്പണമായി പോകുവാൻ കഴിയുന്ന തങ്ങളുടെ ഏറ്റവും സുരക്ഷിതത്വമായ അനുഭവവും യോനയുടെ രൂപമാറ്റവും കപ്പൽ യാത്രക്കാരുടെ സാക്ഷ്യവുമെല്ലാം യോനയുടെ പ്രവചനത്തെ അക്ഷരം പ്രതി വിശ്വസിക്കുവാൻ രാജാവിനും പ്രഭുക്കന്മാർക്കും നിനിവ പട്ടണത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും പ്രേരണ നൽകി. അതുകൊണ്ട് തന്നെ ഒരൊറ്റ പ്രസംഗത്തിൽ അവരെല്ലാവരും ദൈവത്തിങ്കിലേക്ക് നോക്കി. 2012 നിനിവ നോയമ്പിൽ സംബന്ധിക്കുവാൻ ദൈവം ആയുസ്സിൽ ഒരിക്കൽ കൂടെ നമുക്ക് അവസരം തന്നിരിക്കും. ഈ 2012 ഈ 3 നോയമ്പിൽ നാം നോക്കുന്നത് എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് എന്ന് യോനയുടെ നോട്ടത്തെയും നിനിവയുടെ നോട്ടത്തെയും ചേർന്ന് നമ്മുടെ ദൈവസന്നിധിയിലേക്കുള്ള പ്രാർത്ഥനകളെയും ദൃഷ്ടി ഉയർത്തലുകളെയും കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവമേ, ഈ നോയമ്പിൽ ഞങ്ങളും നിന്നിലേക്ക് നോക്കുന്നു. യോനയെപ്പോലെ നിർദ്ദിഷ്ട ലക്ഷ്യത്തോടെ നോക്കാതെ, നിനിവാക്കാരുടെ പ്രത്യേകമായ നിർബന്ധിതമായ സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ നോക്കാതെ, പരപ്രേരണയും നിർബന്ധവും കൂടാതെ, ഞാൻ കാരണമാണ് ദൈവമേ എൻ്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നത്, ലോകത്തിൽ പ്രശ്നമുണ്ടാകുന്നത്, സഭയിൽ പ്രശ്നമുണ്ടാകുന്നത് എന്നൊക്കെയുള്ള തിരിച്ചറിവ് ഈ നോയമ്പിൽ ഞങ്ങൾക്ക് ലഭിക്കുവാൻ, ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ ഉപേക്ഷിക്കുവാൻ, തിരുത്തേണ്ടവയെ തിരുത്തുവാനുള്ള പ്രേരണ ഈ നോയമ്പിൽ ഞങ്ങൾക്ക് നൽകണമേ. നിർമ്മലരിൽ കനിയും നിർമ്മലനാം നാഥ, ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം. നിൻ പ്രീതിക്കെതിരാ
മരണവും ഞങ്ങളിൽ നിന്നൊഴിവാക്കണമേ. നിന്നോളം ഞങ്ങളിൽ അലിയണമേ. വിമുഖത പാപികളാമിവരിൽ കാട്ടിയിടരുതേ. അൻപുടയോനേ നിൻ വാതിലടച്ചെന്നാൽ മുട്ടി വിളിപ്പാൻ ഇല്ലയോ മറ്റൊരു വാതിൽ. അൻപുടയോനേ നിൻ വാതിലടച്ചെന്നാൽ മുട്ടി വിളിപ്പാൻ ഇല്ലയോ മറ്റൊരു വാതിൽ. എൻ്റെ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ആയുസ്സിൽ ഈ നടുനോമ്പിൽ അല്പസമയം ഇവിടെ ആയിരിക്കുവാൻ അങ്ങ് തന്ന ഈ അവസരത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർത്തുകൊണ്ട് നിന്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ